ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മെത്രാന്മാർക്ക് നാണമുണ്ടോ? വട്ടോളിയുടെ ചോദ്യമാണ്. വട്ടോളിയച്ചൻ്റെ രാജിക്കത്തിൽ അദ്ദേഹം രാജിവെക്കാനുള്ള കാരണങ്ങൾ പറയുമ്പോൾ ഒന്നാമത്തെ പാരഗ്രാഫ് പകുതിയോളം നമ്മൾ ഇന്നലെ കണ്ടു. ഇന്ന് നമ്മൾ ബാക്കി പകുതി കാണുകയാണ്. ഒന്നാമത്തെ കാരണത്തിൽ ഈ വട്ടോളിയച്ചൻ്റെ ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ കാരണങ്ങൾക്ക് നമ്മൾ മറുപടി കൊടുക്കുന്നത് വട്ടോളിയച്ചന് മാത്രമായിട്ടുള്ളതല്ല. ഒരുപക്ഷെ വിമത വൈദികർക്കെല്ലാം ഈ തരം സങ്കല്പങ്ങളുണ്ട്, വളരെ വികലമായ സങ്കല്പങ്ങൾ. അപ്പോൾ വട്ടോളിച്ചൻ്റെ ലേഖനത്തിൽ പുറത്ത് വന്നത് വിമത വൈദികരുടെ അബദ്ധ സിദ്ധാന്തങ്ങളാണ്, അല്ലെങ്കിൽ അർദ്ധസത്യങ്ങളാണ്. അപ്പോൾ വട്ടോളിച്ചന് കൊടുക്കുന്ന മറുപടി ഈ അൽമായ മുന്നേറ്റക്കാർക്കും വിമത വൈദികർക്കും അവരെ പിന്താങ്ങുന്ന സകലർക്കുള്ള മറുപടിയാണ്. അതുകൊണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞത് ഞാൻ ആവർത്തിക്കുകയാണ്. ഇത് വെറും ഒരു വീഡിയോ സന്ദേശമായിട്ട് കാണാതെ ഒരു ക്ലാസ്, സഭയെക്കുറിച്ചും ബൈബിളിനെക്കുറിച്ചുമുള്ള ഒരു ക്ലാസ് ആയിട്ട് കാണുകയും നിങ്ങൾ ശ്രദ്ധാപൂർവ്വം കേൾക്കുകയും നോട്ട് കുറിക്കുകയും നിങ്ങളുടെ ഗ്രൂപ്പുകളിലോ സുഹൃത്തുക്കളുമായിട്ടൊക്കെ ചർച്ച ചെയ്യുകയും പിന്നെ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യണമെന്ന് ഞാൻ അങ്ങേയറ്റം താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ രാജിക്കത്ത് അങ്ങനെ തന്നെ വായിക്കാം. അതായത് ആ ഒന്നാമത്തെ കാരണം അതിൻ്റെ പകുതി നമ്മൾ വായിച്ചു. കാരണങ്ങളിൽ പകുതി വായിച്ചു ഒന്നാമത്തെ പാരഗ്രാഫിൽ. അതിൻ്റെ ബാക്കി ഞാൻ വായിക്കുകയാണ്. അന്നത്തെ യഹൂദ സമുദായത്തിലെ പുരോഹിത ഫരിസയ സദ്ദുക്കായ കൂട്ടുകെട്ട് അതിശക്തമായി നിലനിർത്തിയിരുന്ന ദേവാലയ കേന്ദ്രീകൃത ആചാരാനുഷ്ഠാന കേന്ദ്രീകൃത മനോഭാവത്തിനും കാഴ്ചപ്പാടിനും എതിരെയായിരുന്നു യേശു സംസാരിച്ചതും പ്രവർത്തിച്ചതും. അങ്ങനെ പ്രസംഗിച്ചതും പ്രവർത്തിച്ചതും ജീവിച്ചതും കൊണ്ടാണല്ലോ ഇവനെ ജീവിക്കാൻ അനുവദിക്കാൻ പാടില്ല, എത്രയും പെട്ടെന്ന് ഇവൻ ഇല്ലാതാക്കണം എന്നുള്ള തീരുമാനം നടപ്പിലാക്കാൻ കാരണം. സീറോ മലബാർ സഭയിലെ കുർബാന തർക്കം യേശുവിൻ്റെ പ്രബോധനങ്ങൾക്ക്, ജീവിതത്തിന് മുൻഗണനകൾക്ക് ഘടകവിരുദ്ധമാണ്. ഈ തർക്കത്തിലൂടെ വലിയൊരു കാര്യം സംഭവിച്ചു. സീനഡും ഓരോ മെത്രാന്മാരും യേശുവിൽ നിന്ന്, അവൻ്റെ പ്രബോധനത്തിന് അന്തസത്തിൽ നിന്ന് പ്രകാശവർഷങ്ങൾ അകലെയാണെന്ന സത്യം യേശു ബോധ്യത്തിൽ നയിക്കപ്പെടുന്ന സഭാമക്കൾക്ക് ബോധ്യപ്പെട്ടു. മെത്രാന്മാർക്ക് മാത്രം ഇതൊന്നും മനസ്സിലായിട്ടില്ല. അധികാരത്തിലെത്തിയാൽ ആദ്യം ഇല്ലാതാകുന്നത് നാണമാണെന്ന് എൻ്റെ സുഹൃത്തായ ഒരു വൈദികൻ പറഞ്ഞത് ഓർക്കുന്നു. ഈ അവസാന ഭാഗം നമുക്ക് തുടങ്ങാം. സീനഡും ഓരോ മെത്രാന്മാരും യേശുവിൽ നിന്ന്, അവൻ്റെ പ്രബോധനത്തിന് അന്തസത്തയിൽ നിന്ന് പ്രകാശവർഷങ്ങൾ അകലെയാണെന്ന സത്യം. പ്രകാശവർഷം മനസ്സിലായ? പ്രകാശവർഷം അതിശയോക്തിയാണ്. എന്നാലും ഞാൻ വെറുതെ അറിയാൻ വേണ്ടി നിങ്ങളോട് പറയുകയാണ്. പ്രകാശവർഷം ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്ററാണ് പ്രകാശം സഞ്ചരിക്കുക. ഒരു സെക്കൻഡിൽ, ഒരു മിനിറ്റിൽ ഇൻറ്റു 60, ഒരു മണിക്കൂറിൽ ഇൻറ്റു 60, ഒരു വർഷം ഇൻറ്റു 365. അപ്പോൾ 3 ലക്ഷം ഇൻറ്റു 60 ഇൻറ്റു 60 ഇൻറ്റു 365 എത്രയെന്ന് നോക്കിയാൽ അത്ര വർഷങ്ങൾക്ക് ഇല്ലേ, അത്ര അകലെയാണ് ഈ യേശുവിൻ്റെ പ്രബോധനത്തിൻ്റെ അന്തസത്തയിൽ നിന്ന് സീനഡും മെത്രാന്മാരും. അപ്പോൾ അതൊരു അതിശയോക്തി കാലത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ആ പ്രകാശവർഷം എന്ന് പറയാൻ വേണ്ടി ഞാൻ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ സൂചിപ്പിച്ചതാണ്. ഈ സീനഡും ഓരോ മെത്രാന്മാരും യേശുവിൽ നിന്ന്, അവൻ്റെ പ്രബോധനത്തിന് അന്തസത്തിൽ നിന്ന് പ്രകാശവർഷങ്ങൾ അകലെയാണെന്ന സത്യം യേശു ബോധ്യത്തിൽ നയിക്കപ്പെടുന്ന സഭാമക്കൾക്ക് ബോധ്യപ്പെട്ടു. മെത്രാന്മാർക്ക് മാത്രം ഇതൊന്നും മനസ്സിലായിട്ടില്ല. അധികാരത്തിലെത്തിയാൽ ആദ്യം ഇല്ലാതാകുന്നത് നാണമാണെന്ന് എൻ്റെ സുഹൃത്തായ ഒരു വൈദികൻ പറഞ്ഞത് ഓർക്കുന്നു. മാണിപ്പറമ്പിൽ ഇതുവരെ മെത്രാനായിട്ടില്ല. അതിനാൽ വട്ടോളിയുടെ ഈ ഭാഗത്തിന് ഉത്തരം പറയേണ്ടത് മെത്രാന്മാരാണ്. കാരണം മെത്രാന്മാർക്കാണ് നാണം ഇല്ലാണ്ടാകുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ മെത്രാനാകാത്തതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ നാണം ഇല്ലാണ്ടാകുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ മെത്രാനായാൽ. അതുകൊണ്ട് ഈ ഭാഗത്തിന് മെത്രാന്മാർ മറുപടി പറയട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മെത്രാന്മാർക്ക് നാണം ഇല്ലാണ്ടാകുന്നു അധികാരത്തിലെത്തിയാൽ എന്ന കാര്യം മെത്രാന്മാരാണല്ലോ മറുപടി പറയേണ്ടത് ആരോപണത്തിന്. മാത്രമല്ല, എൻ്റെ സഹപാഠിയും പിന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായ പാമ്പ്ലാനി പിതാവിന് മുണ്ടാടൻ വഴി കൊടുക്കുന്ന രാജിക്കത്താണ്. അപ്പോൾ സഹപാഠിയും ആർച്ച് ബിഷപ്പുമായ പാമ്പ്ലാനി പിതാവിന് അറിയാലോ മെത്രാനായാൽ നാണമുണ്ടാകോ ഇല്ലയോ, നാണം നഷ്ടപ്പെടുമോ ഇല്ലയോ. അപ്പോൾ പാമ്പ്ലാനി പിതാവ് മറുപടി കൊടുക്കട്ടെ സഹപാഠിയായ വട്ടോളിയച്ചന്. എല്ലാ ചോദ്യത്തിനും ഞാൻ ഉത്തരം പറഞ്ഞാൽ മെത്രാന്മാർക്ക് ബാക്കിയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം അതുകൊണ്ട് മെത്രാന്മാർ തന്നെ മറുപടി പറയട്ടെ ഈ അവസാന ഭാഗത്തിന്. ഇതിന് മുകളിലുള്ള തൊട്ട് മുകളിലെ ഭാഗം എന്താ പറഞ്ഞിരിക്കുന്നത്? സീറോ മലബാർ സഭയിലെ കുർബാന തർക്കം, വട്ടോളിച്ചൻ്റെ വാക്കുകളാണ്. സീറോ മലബാർ സഭയിലെ കുർബാന തർക്കം യേശുവിൻ്റെ പ്രബോധനങ്ങൾക്ക്, ജീവിതത്തിന്, അതുപോലെ മുൻഗണനകൾക്ക് ഘടകവിരുദ്ധമാണ്. ഈ തർക്കത്തിലൂടെ വലിയൊരു കാര്യം സംഭവിച്ചു. ഈ കുർബാന തർക്കം കർത്താവിൻ്റെ ഹിതത്തിന് ഘടകവിരുദ്ധമാണ് എന്നത് വട്ടോളിക്ക് സമ്മതിച്ച് നന്നായി.
പക്ഷെ അത് വട്ടവെളിച്ചം പറഞ്ഞ അർത്ഥത്തിലല്ലെന്ന് മാത്രം. വട്ടവെളിച്ചം ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലല്ല. ഈ കുർബാന തർക്കം കർത്താവിൻ്റെ ഇഷ്ടത്തിന് നേർ വിപരീതമാണ്. കാരണം എന്താണ്? മെത്രാൻ സിനഡ് 1999 തീരുമാനിച്ചു, എല്ലാവരും കൂടി ഏകകണ്ഠേന, എന്നിട്ട് മാർപ്പാപ്പയുടെ അംഗീകാരം വാങ്ങിച്ചു. അങ്ങനെ വർഷങ്ങൾ പഠിച്ചിട്ടാണ് ഇത് നടപ്പിലാക്കാനായിട്ട് 2021 തീരുമാനിച്ചത്. മാർപ്പാപ്പ 4 പ്രാവശ്യം നേരിട്ട് ഇക്കാര്യത്തിൽ ഇടപെട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയോട് അനുസരിക്കാൻ പറഞ്ഞു. എന്നിട്ടും ഈ വിമത വൈദികർ, വട്ടോളിയച്ചൻ ഉൾപ്പെടെയുള്ള വിമത വൈദികർ അനുസരിച്ചില്ല. മുന്നേറ്റക്കാർ ഈ വിമത വൈദികരെ കൂടെ നിന്നു, എല്ലാം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി തന്നെ. അപ്പോൾ ഈ വിമതരും മുന്നേറ്റക്കാരും വളരെ ബാലിശമായൊരു കാര്യത്തിന് വേണ്ടിയാണ് ഈ മാർപ്പാപ്പ 4 പ്രാവശ്യം ആവശ്യപ്പെട്ടൊരു സംഗതി അനുസരിക്കാതെ മാർപ്പാപ്പ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന മാർപ്പാപ്പയെ തന്നെ അവഹേളിച്ച് കത്തോലിക്ക സഭയെ മൊത്തത്തിൽ അവഹേളിച്ച് സഭ കീറി മുറിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ മുൻഗണനകൾക്ക്, ഹിതത്തിന്, താല്പര്യത്തിന് ഘടകവിരുദ്ധമാണ് കുർബാന തർക്കം. കുർബാന തർക്കം ഒരേ ഒരു സ്ഥലത്തേ ഉള്ളൂ, അത് എറണാകുളം അങ്കമാലി അതിരൂപതയിലാണ്. അത് വട്ടോളി ഉൾപ്പെടെയുള്ള വിമത വൈദികരാണ്. അല്ലാണ്ട് വേറെ ആർക്കാ തർക്കമുള്ളത്? കഴിഞ്ഞ ദിവസം ആ ജൂലി എന്ന് പറയുന്ന അവർ പറഞ്ഞതുപോലെ ഓരോ ഇടവകയിലും ഒരൊറ്റ വിമതനെ ഉള്ളൂ, അത് വികാരിയച്ഛനാ. ഓരോ ഇടവകയിലും ഒരൊറ്റ വിമതനെ ഉള്ളൂ, അത് വികാരിയച്ഛനാ. വട്ടോളി അടക്കമുള്ളവർ. ആ വികാരിയച്ഛന്മാർ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞാൽ തീരുന്ന പ്രശ്നമാണ്. ആ പ്രശ്നമാണ് സഭ കീറി മുറിക്കാൻ വേണ്ടി വട്ടോളിയും വട്ടോളിയുടെ കൂടെയുള്ളവരും ചെയ്തിരിക്കുന്നത്. ഈ യേശുവിൻ്റെ മുൻഗണന എന്തായിരുന്നു? സഭയായിരുന്നു. അവൻ്റെ ആദ്യത്തെ പ്രവൃത്തി എന്താണ്? ദൈവരാജ്യം പ്രഘോഷിക്കാൻ സമയം സമാഗതമായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുണ്ട്. ആദ്യം ചെയ്തത് ശിഷ്യന്മാരെ വിളിക്കുക. അവരുടെ സാന്നിധ്യത്തിലല്ലാതെ കർത്താവ് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ശിഷ്യന്മാരെ 12 പേരെ പുരോഹിതന്മാരെ വാഴിച്ചു. പിന്നെ അവരെ 2 പേര് പ്രേക്ഷിത ദൗത്യത്തിന് വിട്ടു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ സഭ സ്ഥാപിച്ചു കഴിഞ്ഞിട്ട് സഭയെക്കുറിച്ചുള്ള പ്രബോധനം നൽകി. അത് കഴിഞ്ഞിട്ട് സഭയിൽ ജീവിതം എങ്ങനെയായിരിക്കും എന്ന് പഠിപ്പിച്ചു. വിവാഹം, കുഞ്ഞുങ്ങൾ, വിവാഹമോചനം, ബ്രഹ്മചര്യം, അതെല്ലാം പഠിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് കുർബാന സ്ഥാപിച്ചു. പിന്നെ കുരിശിൽ ബലിയായി. അപ്പം എല്ലാം ചെയ്തത് സഭാ കേന്ദ്രീകൃതമാണ്. സഭയാകട്ടെ ആരാധന സമൂഹമാണ്. അതായത് ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന നടക്കുന്ന സ്ഥലമാണ് സഭ. ആത്മാവെന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവല്ല, പരിശുദ്ധാത്മാവ്. സത്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം. യോഹന്നാൻ 17-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ടത്. അപ്പോൾ പരിശുദ്ധാത്മാവിലും, അതാണ് അനാഫറ, വചനം എന്ന സത്യത്തിലും ആരാധന നടക്കുന്ന, കുർബാന നടക്കുന്ന ഇടമാണ് സഭ. സഭയാണ് കർത്താവിൻ്റെ താല്പര്യം. കാരണം ആ സഭ അടിസ്ഥാനപരമായി തന്നെ ആരാധന സമൂഹമാണ്. ഈ വട്ടോളി അടക്കമുള്ള വിമത വൈദികർക്കും മുന്നേറ്റക്കാർക്കും സഭ എന്നത് ആരാധന സമൂഹമല്ല. മാവേലി വരവേറ്റ് അൾത്താരയിൽ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരാനും മുഖത്തോട് മുഖം നോക്കിയിരുന്ന് ഹോമകുണ്ഡം ഇതിൽ ഓം സ്വാഹ സ്വാഹ എന്ന് പറഞ്ഞ് ഭസ്മമിടാനും പിന്നെ ഹാജിയാരെ കൊണ്ടുവന്ന് ബലി അർപ്പിക്കാനും അതിന് വേണ്ടിയൊരു വെറും കെട്ടിടമാണ്. അതുകൊണ്ടാണ് അസമയത്ത് കുർബാന ചൊല്ലി കർത്താവിനെ അനുനിമിഷം അനുദിനം എന്നോണം ഇപ്പോഴും അവഹേളിച്ചു കൊണ്ടിരിക്കുന്നത്. തീർന്നില്ല. വട്ടോളിച്ചൻ്റെ ആദ്യത്തെ വാചകം എന്തായിരുന്നു രാജിക്കത്തിൽ? ഈ കുർബാന ഞാൻ ഇന്നുവരെ ചൊല്ലിയിട്ടില്ല, ചൊല്ലാൻ താല്പര്യമില്ല. മാർപ്പാപ്പ 4 പ്രാവശ്യം ആവശ്യപ്പെട്ട കുർബാന ഞാൻ ചൊല്ലിയിട്ടുമില്ല, ചൊല്ലാൻ താല്പര്യമില്ല. ഞാൻ ധിക്കരിച്ചു കൊണ്ടിരിക്കും. മെത്രാൻ സിനഡ് തീരുമാനിച്ചത് 99 തീരുമാനിച്ചത് ഞാൻ ചൊല്ലില്ല, ഞാൻ ചൊല്ലാൻ തയ്യാറുമല്ല. നമ്മുടെ മെത്രാന്മാർക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ് ഇവരിപ്പോഴും സഭയിൽ നിൽക്കുന്നത്. നമ്മുടെ മെത്രാന്മാർക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ വട്ടോളിയെ പോലുള്ള 5-6 പേരെ പുറത്താക്കിയിരുന്നെങ്കിൽ ബാക്കി എല്ലാവരും അനുസരിക്കുമായിരുന്നു. ഇത് ലോകത്തിൽ സകലർക്കും അറിയാം. പക്ഷെ ചെയ്യില്ല. അതിന് പകരം എന്ത് പണം കട്ടെടുത്താലും ഞാൻ കെട്ടിപ്പിടിക്കുമെന്നാണ് പാമ്പ്ലാനി പിതാവ് പറഞ്ഞ മണവാളച്ചനെ കുറിച്ച്. കൂതാശ വിലക്കുള്ളവർ കല്യാണം കെട്ടിച്ചാലും ഞാൻ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കും. കൂതാശ വിലക്കുള്ളവർ കുമ്പസാരം കേട്ടാലും ഞാൻ ചേർത്ത് പിടിക്കും. കുറ്റവാളിയെ ഞാൻ ചേർത്ത് പിടിക്കുമെന്നാണ് എറണാകുളത്തിന് ചാർജുള്ള പാമ്പ്ലാനി പിതാവ് പറഞ്ഞത്. കാരണം എന്താണ്? അവർക്ക് ധാർമ്മിക ബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു. സത്യമേത്, ശരിയേത്, നീതിയേത്, തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള കഴിവ് നഷ്ടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ എല്ലാ കുറ്റവാളിയും ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ എന്തിനാണ് സഭയിലെ കാനൺ നിയമങ്ങളും നടപടിക്രമങ്ങളും ശിക്ഷണ നിയമങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്? എന്തിനാണ് പാമ്പ്ലാനി പിതാവ് അദ്ദേഹത്തിന്റെ രൂപതയിലെ ചില വൈദികരെ പുറത്താക്കിയത്? അവരും ചേർത്ത് പിടിക്കാമായിരുന്നില്ലേ?
അപ്പൊ ഇതൊക്കെ തരത്തിന് തരം വാക്കുമാറുന്ന, വാക്കിന് വ്യവസ്ഥയില്ലാത്തൊരു നേതൃത്വം വന്നത് കൊണ്ടാണ് വട്ടോളി അടക്കമുള്ള, മണവാളൻ അടക്കമുള്ള വൈദികര് ഇപ്പോഴും കത്തോലിക്ക സഭയുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പൊളയ്ക്കുന്നത്. എന്നിട്ട് കർത്താവിനെ അവഹേളിക്കാനായിട്ട് ഒരു സമവായ മാർഗരേഖ ഉണ്ടാക്കി വിട്ടിരിക്കുക. അനുനിമിഷം അനുദിനം കർത്താവിനെ അവഹേളിക്കാൻ. കാരണം എന്താണ്? കർത്താവിന്റെ മുൻഗണന സഭയാണെന്നുള്ള തിരിച്ചറിവ്, ആ സഭ ആരാധന സമൂഹമാണെന്നുള്ള തിരിച്ചറിവ് ഇല്ലാതെ പോയിരിക്കുന്നു. അപ്പൊ ഈ കുർബാന തർക്കം കൊണ്ട് വെളിപ്പെട്ടത് വട്ടോളിക്കും വട്ടോളിയെ പോലുള്ള വിമതർക്കും കുർബാന ഒന്നുമല്ല, കർത്താവ് ഒന്നുമല്ല, സഭ ഒന്നുമല്ല. അവർക്ക് ഇത് വെറും ഒരു സാമൂഹിക സംഘടനയാണ്, വെറും മാനുഷിക സംഘടന. അവിടെ പരിശുദ്ധാത്മാവിനോ കർത്താവിനോ തിരുവചനത്തിനോ കുർബാനയ്ക്കോ വലിയ സ്ഥാനമില്ല. ഇനി ആദ്യത്തെ ഭാഗത്തേക്ക് വരാം, പ്രധാനപ്പെട്ട ഭാഗത്തേക്ക്. അന്നത്തെ യഹൂദ സമുദായത്തിലെ പുരോഹിത, ഫരിസേയ, സദുക്കായ കൂട്ടുകെട്ട് അതിശക്തമായി നിലനിർത്തിയിരുന്ന ദേവാലയ കേന്ദ്രീകൃത ആചാരാനുഷ്ഠാന കേന്ദ്രീകൃത മനോഭാവത്തിനും കാഴ്ചപ്പാടിനും എതിരെയായിരുന്നു യേശു സംസാരിച്ചതും പ്രവർത്തിച്ചതും. അങ്ങനെ പ്രസംഗിച്ചതും പ്രവർത്തിച്ചും ജീവിച്ചതും കൊണ്ടാണല്ലോ ഇവനെ ജീവിക്കാൻ അനുവദിക്കാൻ പാടില്ല, എത്രയും പെട്ടെന്ന് ഇവനെ ഇല്ലാതാക്കണമെന്നുള്ള തീരുമാനം നടപ്പിലാക്കാൻ കാരണം. ഇതിൽ അവിടെ ഇവിടെയൊക്കെ ചെറിയ സത്യത്തിൻ്റെ ചില രശ്മികളൊക്കെ ഉണ്ട്. പക്ഷെ മഹാഭൂരിപക്ഷവും അർദ്ധസത്യമാണ്, അല്ലെങ്കിൽ അസത്യമാണ്. ഒന്നാമത്തേൽ പുരോഹിത, ഫരിസയ, സദുക്കായി കൂട്ടുകെട്ട്. അത് തന്നെ കറക്റ്റല്ല. കാരണം സദുക്കായര് മരണാനന്തര ജീവിതത്തിലോ മാലാഖമാരിലോ ഒന്നും വിശ്വസിച്ചിരുന്നില്ല. ഫരിസയർ ഇതൊക്കെ വിശ്വസിച്ചിരുന്നു. പൗലോസ്ലീഹ ഫരിസയനായിരുന്നു, യേശുക്രിസ്തു ഫരിസയനായിരുന്നു. പിന്നെ പുരോഹിതന്മാരെന്ന് പറയുന്നത് ഈ ഫരിസയരും പുരോഹിതന്മാരും ഒന്നല്ല, സദുക്കാരിൽ നിന്നാണ് പുരോഹിതന്മാരുണ്ടാകുന്നത്. അപ്പോൾ അന്നത്തെ നാല് സെക്ട്, യഹൂദ മതത്തിൽ 4 സെക്ട് എന്ന് പറയുന്നത് സദുക്കായർ. അവർ ഒരു അരിസ്റ്റോക്രാറ്റിക് സൊസൈറ്റിയാണ്, പ്രഭു കുടുംബങ്ങൾ. പുരോഹിതന്മാർ വരുന്ന അവിടെ നിന്നാണ്. സദുക്കായർ, ഫരിസയർ, പിന്നെ സെലോട്ടുകൾ പറഞ്ഞ തീവ്രവാദികൾ, പിന്നെ എസ്സീൻസ് പറഞ്ഞ കുമ്രാനിലുള്ളവർ. ഇങ്ങനെ 4 സെക്ടാണ്. അപ്പോൾ ഈ പുരോഹിത, ഫരിസയ, സദുക്കായി കൂട്ടുകെട്ട് എന്ന് പറയുന്നത് കറക്റ്റ് അല്ല. പിന്നെ ഹെറോദസ് പക്ഷക്കാരനോട്ട് വേറെ കൂട്ടരുണ്ട്. അതായത് റോമാക്ക് കുറച്ച് കാശെല്ലാം കൊടുത്തിട്ട് ഹെറോദസിന്റെ കുടുംബക്കാർ രാജഭരണം നടത്തുക എന്നുള്ള ഒരു ഹെറോദസ് പക്ഷക്കാർ. അത് പക്ഷേ യഹൂദ സമുദായത്തിലൊരു സെക്ട് അല്ല. അപ്പം 4 സെക്ടാണ് ഉള്ളത്. ഈ പുരോഹിത, ഫരിസയ, സദുക്കായി കൂട്ടുകെട്ട് എന്ന് പറയുന്നത് കറക്റ്റ് അല്ല. അങ്ങനെ കൂട്ടുകെട്ടുണ്ടായിരുന്നില്ല. ഹെറോദസ് പക്ഷക്കാരും ഫരിസയരും ഒരുമിച്ച് കർത്താവിൻ്റെ അടുക്ക് വരുന്നുണ്ട് കർത്താവിനെ എതിർക്കാനായിട്ട്. അപ്പോഴും അവർ തമ്മിൽ കൂട്ടുകെട്ടില്ല. കാരണം വിദേശ ഭരണത്തെ എതിർത്തിരുന്നവരാണ് ഫരിസയർ. അപ്പോൾ ഈ പറഞ്ഞ കൂട്ടുകെട്ട് എന്ന് പറയുന്നത് കറക്റ്റ് അല്ല. അത് പോട്ടെ. ദേവാലയ കേന്ദ്രീകൃത ആചാരാനുഷ്ഠാന കേന്ദ്രീകൃത മനോഭാവത്തിനും കാഴ്ചപ്പാടിനും എതിരായിരുന്നു യേശു സംസാരിച്ചതും പ്രവർത്തിച്ചതും. അതും അത്ര ശരിയല്ല. അങ്ങനെയല്ല. ദേവാലയത്തിനെതിരെ കർത്താവ് സംസാരിച്ചിട്ടുണ്ട്. അത് ദേവാലയം നശിപ്പിക്കാൻ വേണ്ടിയാണോ? ദേവാലയം നശിപ്പിച്ചത് ആരാണ്? അതവിടെ കച്ചവടം നടത്തിയിരുന്നവരാണ്, അല്ലാതെ കർത്താവ് വിശ്വസിക്കുകയല്ല. ദേവാലയം ശുദ്ധീകരിച്ചപ്പോൾ പോലും ദേവാലയം നശിപ്പിക്കാൻ കർത്താവ് പറഞ്ഞിട്ടില്ല. എൻ്റെ അധികാരത്തിലാണ് ചെയ്തെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് നിങ്ങൾ എൻ്റെ ഈ ശരീരം ആകുന്ന ദേവാലയം നശിപ്പിക്കുക, 3 ദിവസം കൊണ്ട് ഞാൻ പുനരുദ്ധരിക്കും. അപ്പോൾ പിന്നെ എന്താണ് ഈ ദേവാലയ, എന്തിനാണ് യേശു ജെറുസലേം ദേവാലയം ശുദ്ധീകരിച്ചത്? അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ വട്ടോളിയച്ചനും അതുപോലെയുള്ള ഈ വിമോചന ദൈവശാസ്ത്രം എന്നൊരു ഒരു ദൈവശാസ്ത്രം ഉണ്ടായിരുന്നു. ബ്രസീലിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ ആയിരുന്നു കൂടുതൽ ഈ വിമോചന ദൈവശാസ്ത്രം. അതായത് സഭ ഒരു രാഷ്ട്രീയ കക്ഷിയായി മാറിയിട്ട് ഭരണം പിടിക്കുക, എന്നിട്ട് നല്ല ഭരണം കാഴ്ചവെക്കാൻ പറ്റുമെന്നാണ് വിചാരിച്ചിരുന്നത്. ഈ രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നം എന്താണ്? രാഷ്ട്രീയം എന്ന് പറയുന്നത് ദ ഗെയിം ഓഫ് ദ ഓപ്പർച്യൂണിറ്റി, അവസരവാദത്തിൻ്റെ കളിയാണ് രാഷ്ട്രീയം. സർക്കാർ ഉണ്ടാക്കാൻ എവിടെയാണ് ചാൻസ് അവിടേക്ക് ചായുക. അപ്പം അങ്ങനെ കോംപ്രമൈസ് ചെയ്യുന്നതാണ് ഈ രാഷ്ട്രീയത്തിൻ്റെ രീതി. വിശ്വാസം രാഷ്ട്രീയം കൂട്ടിക്കെട്ടിൽ എന്തുണ്ടാകും? വിശ്വാസത്തിന് കോംപ്രമൈസ് പറ്റില്ല, വിശ്വാസത്തിൽ സമരസപ്പെടാൻ പറ്റില്ല. കാരണം സത്യമാണ്. അപ്പോൾ രാഷ്ട്രീയമായിട്ട് കൂട്ടിക്കെട്ടിയാൽ എന്തുണ്ടാകും? വിശ്വാസത്തെ ഇടയ്ക്കിടയ്ക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഒരാൾ രാജിവെക്കാൻ പോകണു, ഒരു MLA രാജിവെക്കാൻ പോകണു, അല്ലെങ്കിൽ ഒരു MP രാജിവെക്കാൻ പോകണു, ഭരണം നിലനിർത്തണം. അപ്പോൾ എല്ലാത്തിനും കോംപ്രമൈസ് വേണ്ടി വരും. വിശ്വാസത്തെ കോംപ്രമൈസിന് വിട്ടുകൊടുത്താൽ പിന്നെ വിശ്വാസം നിലനിൽക്കില്ല. അതുകൊണ്ടാണ് ഈ വിമോചന ദൈവശാസ്ത്രം സഭ അംഗീകരിക്കാത്തത്. വിമോചന ദൈവശാസ്ത്രം പറയുന്നത് നമ്മളൊരു രാഷ്ട്രീയ ശക്തിയായിട്ട് ഭരണത്തിൽ പങ്കെടുത്തിട്ട്
നമുക്ക് ഇല്ലേ ഈ ഇഹലോകത്ത് തന്നെ ദൈവരാജ്യം സ്ഥാപിക്കാൻ പറ്റും. അങ്ങനെ ഒരു നിലപാട് സഭയ്ക്കില്ല. കാരണം വിശ്വാസത്തെ രാഷ്ട്രീയമായിട്ട് കൂട്ടിക്കെട്ടിയാൽ വിശ്വാസം ക്ഷയിക്കുമെന്നും വിശ്വാസം കോംപ്രമൈസിന് വിധേയപ്പെടുമെന്നും അത് ദൈവത്തോട് ചെയ്യുന്ന വലിയ തെറ്റായിരിക്കുമെന്നും സഭ തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് വിമോചന ദൈവശാസ്ത്രം സഭ അംഗീകരിക്കാത്തത്. ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുമെന്നൊക്കെ ഒരു മെത്രാൻ വായുന്നതിൽ പറഞ്ഞുകൊണ്ടൊന്നും രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ പറ്റില്ല. കൂടെയുള്ളവർ നിർത്താനായിട്ട് അറിയില്ല, പിന്നെയാണ് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ പോണേ. മാത്രമല്ല അതിലേക്ക് കടക്കണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, വിമോചന ദൈവശാസ്ത്രംകാര് പറഞ്ഞുണ്ടാക്കിയതാണ്. കർത്താവ് ഒരു വിപ്ലവകാരിയായിരുന്നു. ആ വിപ്ലവകാരിയാണ് നമ്മൾ ഈ ദേവാലയ ശുദ്ധീകരണത്തിൽ കാണുന്നത്. ഇങ്ങനെ ഒരു വ്യാഖ്യാനം ഇതാണ് ശരിയായ വ്യാഖ്യാനം. എന്തിനാണ് യേശു ദേവാലയം ശുദ്ധീകരിച്ചത്? ഈ ദേവാലയ കേന്ദ്രീകൃതമായ ഒരു ആചാരാനുഷ്ഠാനം അത് ഇല്ലാതാക്കാൻ വേണ്ടിയാണോ യേശു ദേവാലയം ശുദ്ധീകരിച്ചത്? ഇതാണ് ചോദ്യം. അങ്ങനെയാണെന്നാണ് വട്ടോളിയച്ചനും വിമോചന ദൈവശാസ്ത്രക്കാരും ഈ വിമത വൈദികരും മുന്നേറ്റക്കാരും പറയുന്നത്. അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് വളരെ സീരിയസ് ആയൊരു കാര്യമാണ്, വളരെ ദൈവശാസ്ത്രപരമായ കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധാപൂർവ്വം കേൾക്കണമെന്ന് ഞാൻ വീണ്ടും അപേക്ഷിക്കുകയാണ്. ഈ പല വ്യാഖ്യാനങ്ങളുടെ ദേവാലയ ശുദ്ധീകരണത്തിന് ഒന്നാമത്തെ ഒരു വ്യാഖ്യാനം എന്ന് പറയുന്നത്, ദേവാലയത്തിനെതിരെയല്ല, ദേവാലയത്തെ ദുരുപയോഗം ചെയ്ത പ്രവൃത്തിക്കെതിരെയാണ് യേശു നിലപാടെടുത്തത് എന്നാണ് ഒന്നാമത്തെ വ്യാഖ്യാനം. ദേവാലയത്തിനെതിരെയല്ല, ദേവാലയത്തെ ദുരുപയോഗം ചെയ്ത പ്രവൃത്തിക്കെതിരെ. ആണ്ടുതോറും പെസഹ തിരുനാൾക്ക് യേശു യെറൂസലേമിലും ദേവാലയത്തിലും പോയിരുന്നു. ഭക്തരായ കുടുംബങ്ങൾ 3 തിരുനാളുകൾക്ക് പോയിരുന്നു. പെസഹ തിരുനാൾ, പെന്തക്കോസ്ത, കൂടാര തിരുനാൾ. ഈ മറിയത്തിൻ്റെ കുടുംബം വളരെ ഭക്തിയുള്ള കുടുംബമായിരുന്നു, യഹൂദ ഭക്തിയുള്ള കുടുംബമായിരുന്നു. അപ്പോൾ 3 വർഷം പോയിരിക്കാൻ സാധ്യതയുണ്ട്, 3 പ്രാവശ്യം വർഷത്തിൽ. ഞാൻ 12 വയസ്സിലും 13 വയസ്സിലും പോയ കാര്യമൊക്കെ ഇല്ലേ, അതൊക്കെ ഞാൻ നിങ്ങൾ അവതരിപ്പിച്ചതാണ്. അപ്പോൾ യേശു ദേവാലയത്തിൽ പോയിരുന്നു, ദേവാലയത്തിൽ പഠിപ്പിച്ചിരുന്നു, അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളിലൊക്കെ പതിവ് പോലെ പങ്കെടുത്തിരുന്നു. സിനഗോഗിലും പോയിരുന്നു, അവിടുത്തെ ശുശ്രൂഷയിൽ പങ്കെടുത്തിരുന്നു. അപ്പം അതുകൊണ്ട് യേശു സിനഗോഗിനോ ദേവാലയത്തിനോ എതിരല്ല, ദൈവത്തെ ദുരുപയോഗം ചെയ്തതിനെതിരെയാണ് നിലപാടെടുത്തതെന്നാണ് ആദ്യത്തെ വ്യാഖ്യാനം. അതായത് യെറൂസലേമിലെ ദേവാലയത്തിൽ ക്രയവിക്രയം ചെയ്തിരുന്നവർക്ക് ക്രയവിക്രയം ചെയ്തിരുന്നല്ലോ, അതിനുള്ള അനുമതി യഹൂദ മതാധികാരിൽ നിന്നും ലഭിച്ചിരുന്നു. അവർ അനധികൃതമായിട്ടല്ല ചെയ്തത്. ദേവാലയത്തിൽ കച്ചവടം നടത്തിയിരുന്നു. ദേവാലയത്തിൻ്റെ മെയിൻ സ്ഥലത്തല്ല, വിജാതിയർക്ക് വേണ്ടിയുള്ള തളമാണ്. ആ വിജാതിയർക്ക് വേണ്ടിയുള്ള തളത്തിൽ കച്ചവടം നടത്താൻ യഹൂദ മതാധികാരികൾ അനുവാദം കൊടുത്തിരുന്നു. അനധികൃതമായിട്ട് ഇപ്പോൾ എറണാകുളത്ത് ചെയ്യുന്ന പോലെ നിയമം കയ്യിലെടുത്തിട്ട് ചെയ്യുന്ന പരിപാടിയൊന്നും അല്ല ആയിരുന്നേ. ക്രയവിക്രം ചെയ്യാനായിട്ട് അവർക്ക് അനുവാദമുണ്ടായിരുന്നു. ദേവാലയത്തിന് നല്ല വരുമാനം നൽകുകയും ചെയ്തു. അന്ന് നിലവിലിരുന്ന നിയമങ്ങൾക്ക് വിധേയമായിട്ടാണ് അവർ വ്യാപാരം ചെയ്തിരുന്നത്. എന്നാൽ വ്യാപാരം വിജാതിയർക്കുള്ള വിശാലമായ അങ്കണത്തിൽ വെച്ചാണ് നടത്തിയിരുന്നത്. അപ്പോൾ വിജാതിയർ എവിടെ നിന്ന് പ്രാർത്ഥിക്കും? ഇതാണ് പ്രശ്നം. മാത്രമല്ല, ദേവാലയം വ്യാപാരം തമ്മിൽ ഇങ്ങനെയൊരു വിശുദ്ധ കൂട്ടുകെട്ട് വേണോ എന്ന് കർത്താവ് ചിന്തിച്ചിട്ടുണ്ടാവാം. യേശു താൻ ചെയ്ത പ്രവൃത്തിയിലൂടെ മോശയുടെ നിയമത്തിനോ പ്രവാചകന്മാർക്കോ എതിരായിട്ടല്ല നിലകൊണ്ടത്, ദേവാലയത്തിന് അധികാരികളെ പ്രഭുവാഴ്ച മെനഞ്ഞെടുത്ത നടപടിക്രമങ്ങൾക്കെതിരെയാണ്. ഇതാണ് ഒന്നാമത്തെ വ്യാഖ്യാനം. അതിനെതിരെയാണ് കർത്താവ് ചാട്ടവാർ എടുക്കുന്നത്. യഥാർത്ഥത്തിലുള്ള നിയമം, അതായത് ഇസ്രായേലിൻ്റെ ദൈവിക നിയമം പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരികയായിരുന്നു സത്യത്തിൽ യേശു ചെയ്തത്. ധനാർത്ഥി പൂണ്ട് അടിമതിയുടെ ചെളിക്കുണ്ടിൽ അമർന്നു പോയി നിയമമായി തീർന്ന ദുരാചാരത്തിനെതിരെ, ദുരാചാരം എന്ന് പറയുന്നത് വിജാതിയർക്ക് പ്രാർത്ഥിക്കാനുള്ള സ്ഥലത്ത് കച്ചവടം ചെയ്യുന്നതിനെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു കർത്താവ്. ഈ ദേവാലയത്തിൻ്റെ കാവൽ പടയാളികളും ബെഥസ്ത കുളത്തിനും ദേവാലയത്തിനും ഇടയിലുള്ള അന്തോണിയ കോട്ടായിൽ നിരന്തരം ജാഗ്രത താവളമടിച്ചിരുന്ന റോമൻ സൈന്യവും യേശുവിനെ തടഞ്ഞില്ല എന്ന ചോദ്യത്തിന് ഈ വിശദീകരണം മാത്രമേ യോജിക്കുകയുള്ളൂ എന്നാണ് ഈ വ്യാഖ്യാനം പറയുന്നവർ. അതായത് ദേവാലയത്തിൻ്റെ പോലീസ് ഉണ്ടായിരുന്നു സ്വന്തമായിട്ട്, പിന്നെ റോമൻ പട്ടാളക്കാരുണ്ടായിരുന്നു, റോമൻ സൈന്യം. അവർ എന്തുകൊണ്ട് യേശുവിനെ അവർ തടഞ്ഞില്ല? ഈ ദേവാലയത്തിനെ സംരക്ഷിക്കാൻ ദേവാലയത്തിന് സൈന്യമുണ്ടായിരുന്നു, കാവൽ സൈന്യം. ഈ സദുക്കാരുടെ കീഴിൽ ഒരു സൈന്യമുണ്ടായിരുന്നു. യേശുവിൻ്റെ കല്ലറ മുദ്ര വെച്ച് നിങ്ങൾക്ക് കാവൽ സൈന്യം ഉണ്ടല്ലോ, നിങ്ങൾ തന്നെ മുദ്ര വെച്ചൊന്ന് പീലാത്തോസ് മഹാപുരോഹിതനോട് പറയുന്നുണ്ട്. അപ്പോൾ മഹാപുരോഹിതൻ്റെ കീഴിൽ, സദുക്കാരുടെ കീഴിൽ ഒരു കാവൽ സൈന്യം ഉണ്ടായിരുന്നു ദേവാലയത്തെ സംരക്ഷിക്കാൻ. എന്തുകൊണ്ട് യേശു ചാട്ടവാറെടുത്തതൊക്കെ തട്ടിമറിച്ചിട്ടപ്പോൾ ഈ സൈന്യം ഇടപെട്ടില്ല? ദേവാലയത്തിൻ്റെ കാവൽ പടയാളികൾ എന്തുകൊണ്ട് റോമൻ സൈന്യം, തൊട്ടപ്പുറത്ത് റോമൻ സൈന്യം കാവലുണ്ട്, പട്ടാളക്കാർ, എന്തുകൊണ്ട് അവരിടപെട്ടില്ല? അതിനെല്ലാം പറയുന്നത് ദേവാലയത്തിനെതിരെയല്ല കർത്താവ്
നിലകൊണ്ടത് ദേവാലയത്തെ ദുരുപയോഗത്തിനെതിരെയാണ്. അതുകൊണ്ടാണ് ഈ പട്ടാളക്കാരും കാവൽ സൈന്യം ഇടപെടാതിരുന്നത് എന്നാണ് ഈ വ്യാഖ്യാനത്തിൻ്റെ ആളുകൾ പറയുന്നത്. എന്തധികാരത്താലാണ് ഇവയൊക്കെ ചെയ്യുന്നതെന്ന് മാത്രമേ ദേവാലയത്തെ അധികാരികൾ യേശുവോട് ചോദിച്ചുള്ളൂ. ഇത് ചെയ്യേണ്ടെന്നല്ല പറഞ്ഞത്, എൻ്റെ അധികാരത്താണ് നീ ചെയ്യുന്നത്. അപ്പോൾ ദേവാലയ ശുദ്ധീകരണത്തിലൂടെ യേശു മോശയുടെ പ്രമാണം അനുസരിച്ചാണ് പ്രവർത്തിച്ചതെന്നും ദേവാലയത്തിന്റെ ദുരുപയോഗത്തെ ശക്തമായി എതിർത്തതെന്നും നിഗമനത്തിലെത്താം. ഇതൊരു വ്യാഖ്യാനമാണ്. ഈ വ്യാഖ്യാനത്തിന്റെ ഏറ്റവും വലിയ പോരായ്മ യേശുവിന് വെറും ഒരു മത പരിഷ്കർത്താവായി തരം താഴ്ത്തുന്നു എന്നുള്ളതാണ്. യേശുവിനെ ഒരു മതപരിഷ്കർത്താവായി, യേശു ദൈവോ ഒന്നുമല്ല, ഒരു പ്രവാചകൻ അല്ലെങ്കിൽ ഒരു മതപരിഷ്കർത്താവ്. അങ്ങനെ യേശു ഒരു മതപരിഷ്കർത്താവായിരുന്നോ? ഈ വട്ടോളീച്ചനും വിമത വൈദികനും പറയുന്നത് പോലെ ഒരു മതപരിഷ്കർത്താവായിരുന്നോ യേശു? അതോ യേശു ദൈവമായിരുന്നോ? യേശു ദൈവമായിരുന്നെങ്കിൽ ഈ ദേവാലയ ശുദ്ധീകരണത്തിന് അതിനേക്കാൾ ആഴമേറിയ അർത്ഥമുണ്ടെന്ന് യേശു തന്നെ പറയുന്നുണ്ട്. തൻ്റെ പ്രവൃത്തിക്ക് ഈ ഒരു മതപരിഷ്കർത്താവിൻ്റെ തലത്തിലുള്ളൊരു അർത്ഥമല്ല ഉള്ളത്, അതിനേക്കാൾ വളരെ അഗാധമായ ഒരു തലമുണ്ട് എന്ന് യേശു തന്നെ പറയുന്നുണ്ട്. നിങ്ങൾ ദേവാലയം നശിപ്പിക്കുക, എൻ്റെ ശരീരമാകുന്ന ദേവാലയം 3 ദിവസം കൊണ്ട് ഞാൻ പുനരുദ്ധരിക്കും. അപ്പോൾ യെരൂശലേം ദേവാലയത്തിൻ്റെ നാശവും യേശുവിൻ്റെ ശരീരമാകുന്ന ദേവാലയം തമ്മിൽ ഒരു അടുത്ത ബന്ധമുണ്ട്. ആ ആഴമേറിയ ബന്ധം മനസ്സിലായില്ലെങ്കിൽ യേശുവിന് വെറും ഒരു പ്രവാചകനായോ മതപരിഷ്കർത്താവായോ തരം താഴ്ത്തും. നിങ്ങൾ എറണാകുളത്തെ വിമതരും മുന്നേറ്റക്കാരും അവരുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തുള്ള ആളുകൾ ചോദിച്ചു നോക്കുക. അവരെല്ലാം ഒരിക്കൽ പോലും ഈ വിമത വൈദ്യര് യേശു ദൈവമാണെന്ന് പഠിപ്പിക്കില്ല. യേശു ഒരു പ്രവാചകൻ, ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ഈ വിമത വൈദികരും വട്ടോളിയും മുന്നേറ്റക്കാരും യേശുവിനെ ദൈവമായി അംഗീകരിക്കുന്നില്ല. യഹോവ സാക്ഷികളുടെ മറ്റൊരു പതിപ്പാണ് വട്ടോളിയും ഈ വിമത വൈദികരും മുന്നേറ്റക്കാരും. മുസ്ലിം സമുദായത്തിന്റെ സ്വാധീനത്തിൽപ്പെട്ട് യേശു ഒരു മതപരിഷ്കർത്താവ് അല്ലെങ്കിൽ ഒരു പ്രവാചകൻ, അവൻ ദൈവപുത്രനോ ദൈവമോ അല്ല എന്ന് വിചാരിക്കുന്നവരാണ് വട്ടോളിയും വിമത വൈദികരും. ഇത് മെത്രാന്മാർ തിരിച്ചറിയുന്ന നിമിഷമാണ് നമുക്ക് അവിടെ ഒരു ദേവാലയ ശുദ്ധീകരണം നടത്തണം. എവിടെ? എറണാകുളം അങ്കമാലി അതിരൂപതയിൽ. അതിന് മെത്രാൻ സിനഡ് തയ്യാറാകാത്തതാണ് മെത്രാൻ സിനഡിന്റെ കുറ്റം. ഇല്ലേ, സൂയിയൂരി സഭ എന്ന് പറഞ്ഞിട്ട് വത്തിക്കാൻ നിങ്ങൾക്ക് അനുവാദം തന്നിരിക്കുന്നു, അത് തോന്നിവാസം ചെയ്യാമെന്ന് നമ്മുടെ മെത്രാന്മാർ കരുതുന്നെങ്കിൽ അത് ദൈവത്തിന് മുമ്പിൽ ചെയ്യുന്ന വളരെ വലിയ തെറ്റായിട്ട് വരും. അതിനവർ കണക്ക് കൊടുക്കേണ്ടിയും വരും. അത് അവർ കണക്ക് കൊടുക്കട്ടെ. ആ കണക്ക് കൊടുക്കാൻ നമ്മൾ കാണില്ലല്ലോ എന്നൊരു ആശ്വാസത്തിലായിരിക്കും ചിലപ്പോൾ അവർ. അത് അവരുടെ ദൈവവിശ്വാസം അല്ലെങ്കിൽ അവരുടെ വിശ്വാസം, അതവർ പൊറപ്പിക്കട്ടെ. രണ്ടാമത്തെ വ്യാഖ്യാനം, ഞാൻ പറഞ്ഞല്ലോ 4 സെക്റ്റുകളാണ് അന്നത്തെ യഹൂദ മതത്തിലുണ്ടായിരുന്നത്. അതിലൊരു ഗണമാണ് സെലോട്ടുകൾ എന്ന് പറയുന്ന തീവ്രവാദികൾ. സെലോട്ടുകൾ കർത്താവിന് ശിഷ്യന്മാർ 2 പേര് അവരിൽ പെട്ടവരായിരുന്നു. തീവ്രവാദിയായ ശെമിയോൻ, ചിലപ്പോൾ തീക്ഷ്ണമതിയായ ശെമിയോൻ എന്നും പറയും, തീവ്രവാദി എന്നാണ്. ആ തീവ്രവാദികളുടെ ഇടയിൽ തന്നെ കുറച്ചുകൂടി തീവ്രവാദമുള്ളവരുണ്ടായിരുന്നു. അവരെയാണ് സിക്കാരി എന്ന് പറയുന്നത്, സിക്കാരി. അപ്പോൾ തീവ്രവാദിയെ ശെമിയോൻ, പിന്നെ യൂദാസ് ഇസ്കരിയോത്ത്. സിക്കാരി എന്ന് പറഞ്ഞാൽ കഠാര പോലത്തെ ഒരു വളഞ്ഞ അരിവാള് പോലത്തെ ഒരു സംഗതി കൊണ്ട് നടക്കുന്ന ആളുകളാണ്. സിക്കാരി എന്ന് പറഞ്ഞാൽ സിക്കിൾ എന്നാണ് അർത്ഥം, അരിവാള്. അപ്പോൾ അരിവാള് കൊണ്ട് നടക്കുന്ന ഗണത്തിൽപ്പെട്ട ആളായിരുന്നു യൂദാസ് കരിയാത്ത. അതിനേക്കാളും കുറച്ച് തീവ്രവാദം കുറഞ്ഞ ആളായിരുന്നു തീവ്രവാദിയായ ശെമിയോൻ. ഈ തീവ്രവാദി ശെമിയോൻ കർത്താവിൻ്റെ അടുക്കൽ വരുമ്പോൾ ആയുധവും തീവ്രവാദമൊക്കെ ഉപേക്ഷിച്ചു. യൂദാസ് അപ്പോഴും കുറച്ച് തീവ്രവാദം കൊണ്ട് നടന്നു. അതുകൊണ്ടാണ് ഈ യൂദാസിന് കർത്താവിനെ മനസ്സിലാക്കാൻ പറ്റാതെ പോയത്. അപ്പോൾ ഈ തീവ്രവാദികൾ എന്ന് പറഞ്ഞ സെലോട്ടുകൾ, ഞാൻ ആവർത്തിക്കുക, 2 പേര് അങ്ങനെയുള്ള സെലോട്ടുകൾ 2 പേര് കർത്താവിന് ശിഷ്യന്മാരായിരുന്നു. ഒരാൾ തീവ്രവാദം ഉപേക്ഷിച്ചില്ല, മറ്റാൾ തീവ്രവാദം ഉപേക്ഷിച്ചു. അപ്പോൾ ഈ രാഷ്ട്രീയ വിപ്ലവകാരികളായിരുന്നു ഈ പറഞ്ഞ സെലോട്ടുകൾ. യേശു ഒരു രാഷ്ട്രീയ പ്രക്ഷോഭം നടത്തിയ പുരോഗമന നവോത്ഥാന നേതാവായിരുന്നു എന്നാണ് ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകാരെ പോലെ അക്കാലത്തെ സെലോട്ടുകൾ വാദിച്ചിരുന്നത്. അതിന് സെലോട്ടുകളോട് താല്പര്യമുള്ള ഒരാളായിരുന്നു യേശു എന്നാണ് ഈ വ്യാഖ്യാതാവിൻ്റെ ആൾക്കാർ പറയുന്നത്. സെലോട്ടുകൾ വാദിക്കുകയല്ല, സെലോട്ടുകളിൽ പെട്ട ഒരാളായിരുന്നു യേശു ക്രിസ്തു എന്നാണ്. അതായത് സായുധ വിപ്ലവത്തിലൂടെ റോമാക്കെതിരെ വിപ്ലവം നടത്തിയ ഒരു രാഷ്ട്രീയ വിപ്ലവകാരി, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ. ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകാർ പറയില്ലേ, യേശു ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽപ്പെട്ട ആളാന്ന് പറയില്ലേ, അതുപോലെ മണ്ടത്തരം തന്നെ. യെറൂസലേമിൽ രാഷ്ട്രീയ വിപ്ലവം സൃഷ്ടിക്കാൻ ശ്രമിച്ചത് കൊണ്ടാണത്രേ റോമാക്കാർ യേശുവിനെ വധിച്ചത്. ഇല്ലേ? അതുതന്നെ വട്ടോളിച്ചൻ പറയുന്നത്. ഇല്ലേ?
ഇവനെ ഈ ജെറൂസലം ദേവാലയ കേന്ദ്രീകൃതമായതിനെ അവൻ അവൻ പരിഹസിച്ചതിനാൽ അല്ലെങ്കിൽ അതിനെ വിമർശിച്ചതിനാൽ ഇനി ഇവൻ ജീവിച്ചിരിക്കേണ്ട, ഇവനെ കൊന്നു കളയാം എന്ന് പറഞ്ഞ് റോമാക്കാർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. റോമാക്കാർ കർത്താവിനെ കൊല്ലാനുണ്ടായ കാരണം സീസറിനെതിരെ ഒരു രാഷ്ട്രീയ വിപ്ലവം നയിക്കാനായിട്ട് യേശു ശ്രമിച്ചു എന്നുള്ള ഒരു ആരോപണമാണ്. ഇതാണ് ഇവർ പറയുന്നത്. അതിന് പറയുന്ന ന്യായം എന്താണ്? ഞങ്ങൾക്ക് സീസർ അല്ലാതെ വേറെ രാജാവ് വേണ്ട എന്നൊക്കെ യഹൂദന്മാർ പറഞ്ഞു എന്നുള്ളതാണ്. സീസർ മതി, അത് വിദേശ ഭരണം മതി എന്ന് മഹാപുരോഹിതന്മാർ പറഞ്ഞു എന്നാണ്, യേശുവിനുള്ള ദേഷ്യം കൊണ്ട്. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ എന്താണ്, ഈ യേശു ഒരു രാഷ്ട്രീയ വിപ്ലവകാരിയായിരുന്നു, ഒരു തീവ്രവാദിയായിരുന്നു. അങ്ങനെ തീവ്രവാദം ചെയ്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ അനുകൂലിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ അത് നടത്തിയത് കൊണ്ടാണ് റോമാക്കാർ കർത്താവിനെ വധിച്ചത്. അത് ശരിയാണെങ്കിൽ യേശു യഹൂദരുടെ മനസ്സിൽ തീ കോരിയിട്ട സെലോട്ടുകൾ എന്ന തീവ്രവാദ സംഘത്തിലെ ആളാണെന്നും ദൈവത്തിൻ്റെ പേരുള്ള വിശുദ്ധ യുദ്ധത്തിന് യേശു ആഹ്വാനം ചെയ്തെന്നും നിഗമനത്തിലെത്താമെന്നാണ് ഇവർ പറയണേ. അതൊരു ജിഹാദ്, ഒരു യുദ്ധം, ഒരു മതത്തിൻ്റെ പേരിൽ യുദ്ധത്തിന് യേശു ആഹ്വാനം ചെയ്തു. ഈ വാദം പറയുന്നവരുടെ അവർ പറഞ്ഞ ന്യായം സംഖ്യയുടെ പുസ്തകത്തിൽ 25-ാം അധ്യായത്തിൽ ഒരു ഫിനേഹസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തീവ്രവാദിയുണ്ട്. അദ്ദേഹം കുറച്ച് പേരെ കൊല്ലുന്നുണ്ട്. പിന്നെ മക്കബാരുടെ 1-ാമത്തെ പുസ്തകത്തിൽ 2, 22, 24, 25 വാക്യങ്ങളിൽ മത്താത്തിയാസ് യഹൂദ മതത്തിനെതിരെ നിൽക്കുന്നവരെ കൊല്ലുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഈ സെലോട്ടുകളൊക്കെ അവരുടെ ആവേശം ഉൾക്കൊണ്ടത് ഈ ഫിനേഹാസ് എന്ന് പറയുന്ന ആളിൽ നിന്നും മത്താത്തിയാസ് എന്ന് പറഞ്ഞ ആളുകളിൽ നിന്നാണ്. തീക്ഷ്ണത തീവ്രതയായിട്ട് മാറുകയാണ്. എന്നാൽ യേശു ഒരു സെലോട്ടായിരുന്നോ? ഒരു തീവ്രവാദിയായിരുന്നോ? ദേവാലയത്തിന് ശുദ്ധീകരണം ഒരു രാഷ്ട്രീയ വിപ്ലവത്തിനുള്ള ആഹ്വാനമായിരുന്നോ? യേശുവിന് മുഴുവൻ പ്രവർത്തനങ്ങളും അല്ലേ വെളിച്ചത്തിൽ വേണ്ടേ നമ്മൾ അതിന് ഉത്തരം കൊടുക്കാൻ? യേശുവിൻ്റെ സകല പ്രവർത്തനങ്ങളും ഈ തീവ്രവാദത്തിനെതിരാണ്. അവൻ്റെ സന്ദേശം ഒരിക്കൽ പോലും രാഷ്ട്രീയ അട്ടിമറിക്കുള്ള ഒരു ആഹ്വാനമല്ല, ഒരിക്കൽ പോലും അല്ല. അക്രമാസക്തമായ ഒരു വിപ്ലവമല്ല യേശുവിൻ്റെ വഴി. രക്തച്ചൊരിച്ചിലൂടെ ഒരു വിപ്ലവവും ദൈവത്തിൻ്റെ നാമത്തിൽ മറ്റുള്ള ജീവൻ അപഹരിക്കുന്നതുമായിരുന്നില്ല യേശുവിൻ്റെ നെടുങ്കൻ പാത. അങ്ങനെയുള്ളൊരു തീവ്രവാദം യേശുവിനുണ്ട് എന്ന് വാദിക്കുന്നത് തെറ്റായ കാര്യമാണ്. അപ്പോൾ പിന്നെ യേശു എന്തിനാണ് ദേവാലയം ശുദ്ധീകരിച്ചത്? അവ കുറച്ച് വയലൻ്റ് ആകുന്നുണ്ട്, ചാട്ടവാർ എടുക്കുന്നുണ്ട്, മേശകൾ തട്ടിമറിച്ചിടുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഒരല്പം വയലൻ്റ് ആകുന്നുണ്ട്. അപ്പോൾ ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള യേശുവിൻ്റെ തീക്ഷ്ണത എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഈ യേശുവിൻ്റെ ഈ ജെറുസലം ദേവാലയത്തിലേക്കുള്ള നഗരത്തിലേക്കുള്ള ആ പ്രദക്ഷിണം, ജെറുസലം ദേവാലയത്തിലേക്കുള്ള പ്രവേശനം, രാജാവായി അവനെ എതിരേൽക്കുന്നത്, അപ്പോൾ തീർത്ഥാടകരുടെ മനസ്സിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്, ഇതൊന്നും കൃത്യമായിട്ട് നമുക്ക് അളക്കാൻ കഴിയില്ല, നമുക്കറിയില്ല അന്ന് അവരെന്താണ് ഉദ്ദേശിച്ചതെന്ന്. പക്ഷേ യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ ചായ്വ് നമുക്ക് മനസ്സിലാകും. അവനെതിരേറ്റവർ ദാവീദിന്റെ പുത്രൻ ഹോശാന എന്നൊക്കെ പറഞ്ഞ് എതിരേറ്റപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ എന്താ ഉണ്ടായിരുന്നെന്ന് നമുക്കറിയില്ല. പക്ഷെ യേശുവിൻ്റെ മനസ്സിൽ എന്താണ് ഉണ്ടായിരുന്നതെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. യേശുവിൻ്റെ മനസ്സ്, അല്ലെങ്കിൽ യേശു എന്തിനാണ് ദേവാലയം ശുദ്ധീകരിച്ചത്, അത് വ്യക്തമാക്കുന്ന ഒരു രംഗം ഈ ദേവാലയ ശുദ്ധീകരണത്തിൻ്റെ രംഗത്ത് മത്തായി ശ്ലീഹ അവതരിപ്പിച്ചിട്ടുണ്ട്. മത്തായി 21:14. അന്ധന്മാരും മുടന്തന്മാരും ദേവാലയത്തിൽ ഈശോയുടെ അടുത്തെത്തി, അവൻ അവരെ സുഖപ്പെടുത്തി. അന്ധന്മാരും മുടന്തന്മാരും ദേവാലയത്തിൽ യേശുവിൻ്റെ അടുക്കലെത്തി, അവൻ അവരെ സുഖപ്പെടുത്തി. മത്തായി 21:14 ഞാൻ പറയണേ, ദേവാലയ ശുദ്ധീകരണത്തിൻ്റെ രംഗത്താണ്. അപ്പുറത്തെന്താ നടക്കണേ? മൃഗങ്ങളെ ക്രയവിക്രയം ചെയ്യാണ്, കൊടുക്കും വാങ്ങുകയൊക്കെ ചെയ്യുന്നു. മറ്റൊരു സ്ഥലത്ത് നാണയമാറ്റക്കാർ, ഒരു കൂട്ടർ പ്രാവുകൾ വിൽക്കുന്നു. ഇതൊക്കെ ദേവാലയത്തിന് ആവശ്യമുള്ള, ദേവാലയത്തിൽ ബലിക്ക് ആവശ്യമുള്ള സംഗതികൾ അവർ ചെയ്യുന്നതൊക്കെ. പക്ഷെ യേശു ആകട്ടെ എല്ലാവർക്കും സൗഖ്യം നൽകുന്ന ദയാലുവായിട്ട്, ദയയുള്ളവനായിട്ട്, കരുണയുള്ളവനായി നന്മയുടെ മണിമുത്തുകൾ വാരി വിതറുകയാണ്. അന്ധർക്കും മുടന്തർക്കൊന്നും ദേവാലയത്തിൽ പ്രവേശനം ഉണ്ടായിരുന്നില്ല. ഊനമറ്റ കുഞ്ഞാടിനെ ബലിയർപ്പിക്കണമെന്നതുപോലെ തന്നെ മനുഷ്യർ കുറവുള്ളവരൊന്നും ദേവാലയത്തിൽ വരാൻ പാടില്ലെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ യേശു അവരൊക്കെ ദേവാലയത്തിൽ കൊണ്ടുവരികയാണ്. അന്ധന്മാരെയും മുടന്തം ഒക്കെ വരട്ടെ ദേവാലയത്തിലേക്ക്, എന്നിട്ട് കർത്താവ് അവർക്ക് സൗഖ്യം കൊടുക്കുകയാണ്. വാസ്തവത്തിൽ ഇതാണ് യഥാർത്ഥമുള്ള ദേവാലയ ശുദ്ധീകരണം. ദേവാലയത്തിൽ പുറത്ത് നിർത്തിയിരുന്ന ആളുകളെയൊക്കെ അവിടേക്ക് കൊണ്ടുവരികയാണ്. വിജാതിയർക്ക് നിൽക്കാനുള്ള സ്ഥലമാണ് കർത്താവ് ശുദ്ധീകരിക്കുന്നത്. വിജാതിയർ പുറത്ത് നിൽക്കേണ്ടവരല്ല, അവർ യഹൂദമതം സ്വീകരിക്കാൻ താല്പര്യമുള്ളവരാണ് ഈ വരുന്നത്. അല്ലാണ്ട് എല്ലാ വിജാതിരും കയറ്റല്ല. നമ്മൾ സീറോ മലബാർ സഭയുടെ പള്ളികൾ പണ്ട് പണിതിരുന്നപ്പോൾ ഈ ഈഴവ സമുദായം കത്തോലിക്ക സീറോ മലബാർ സഭയിൽ ചേരാൻ ആഗ്രഹിച്ചതാണ്. 1928 അങ്ങനെ ഒരു ചിന്തയ്ക്ക് ഉണ്ടായിരുന്നു.
അവർക്ക് നിൽക്കാനുള്ള സ്ഥലമായിട്ടാണ് ഈ മോണ്ടളം മുഖമണ്ഡപം എന്ന് പറയുന്ന സ്ഥലം സീറോ സഭയുടെ പള്ളികളിൽ പണിതിട്ടിരുന്നത്. നമ്മൾ നടപ്പുര എന്നൊക്കെ പറയും, നടപ്പുര, മോണ്ടളം, മുഖമണ്ഡപം എന്നൊക്കെ പറയും. അത് ക്രിസ്ത്യാനികളാകാൻ ആഗ്രഹിക്കുന്ന വിജാതിയർക്ക് വേണ്ടിയുള്ള സ്ഥലമാണ്. അത് ജെറൂസലം ദേവാലയത്തിൽ നമ്മൾക്കത് കിട്ടിയത്. ആ വിജാതിയർക്ക്, അതായത് യഹൂദരാകാൻ ആഗ്രഹിക്കുന്ന വിജാതിയർക്ക് നിൽക്കാനുള്ള തളം, അത് കർത്താവ് ശുദ്ധീകരിക്കുമ്പോൾ ആരെയും മാറ്റി നിർത്താൻ പാടില്ല, എല്ലാവരും കർത്താവിലേക്ക് വരണമെന്നാണ്. അതുപോലെ അന്ധരെയും മുടന്തരെയും കുറവുള്ളവരൊന്നും ദേവാലയത്തിൽ വരണ്ട എന്നുള്ള ആ മനോഭാവം മാറ്റിയിട്ട് എല്ലാവരെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുന്നു. അതാണ് യഥാർത്ഥ ദേവാലയ ശുദ്ധീകരണം. ദേവാലയ ശുദ്ധീകരണത്തിൻ്റെ രംഗത്താണ് കർത്താവ് അന്ധരെയും മുടന്തരെയും ദേവാലയത്തിലേക്ക് അവരെ കടത്തിവിട്ടിട്ട് അവർ സുഖപ്പെടുത്തുന്നു. ഒരു വിപ്ലവകാരിയുടെ വാള് യേശുവിൻ്റെ കയ്യിലുണ്ടോ? ദുരിതപ്പാടുകൾ ഏറ്റവർക്ക് സൗഖ്യം നൽകുന്ന അമൃതല്ലേ കർത്താവിൻ്റെ കയ്യിലുള്ളത്? ദുഃഖദുരിതങ്ങളുടെ മാറാപ്പ് പേറുന്നത് കൊണ്ട് മാത്രം ജീവിതത്തിൻ്റെയും സമൂഹത്തിൻ്റെയും പാർശ്വങ്ങളിലേക്ക് തള്ളപ്പെട്ടവരുടെ ഇടയിലേക്കാണ്, പുറമ്പോക്കിലേക്ക് വലിച്ചെറിയപ്പെട്ട് പ്രാന്തവൽക്കരിക്കപ്പെട്ട അടുത്തേക്കാണ് യേശു ഇറങ്ങിച്ചെല്ലുന്നത്. അനന്തമായി സ്നേഹിക്കുന്ന ദൈവത്തെയാണ് യേശു ദേവാലയ ശുദ്ധീകരണത്തിലൂടെ കാണിച്ചു തരുന്നത്. ആ ദൈവത്തിൻ്റെ അപരിമയവും അനന്തവുമായ ബലം സ്നേഹത്തിൻ്റെ ശക്തിയാണ്, അല്ലാതെ വിപ്ലവകാരിയുടെ വാളല്ല. രസകരമായ സംഗതി 21:15, മത്തായി 21:15 വായിച്ചു നോക്കുക. കുട്ടികൾ യേശുവിന് ഹോസാന വിളിച്ചു. അതായത് ജെറൂസലമിലേക്കുള്ള യാത്രയിൽ മാത്രമല്ല, ദേവാലയ ശുദ്ധീകരണം കഴിഞ്ഞിട്ടും കുട്ടികൾ യേശുവിന് ഹോസാന വിളിച്ചെന്ന് എഴുതിയിരിക്കുന്നത്. മത്തായി 21:15. കുട്ടികൾ വീണ്ടും വീണ്ടും ഹോസാന നാർപ്പ് വിളിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ സംഗതി ഉണ്ടല്ലോ, ഹോസാന, അതായത് രോഗികളെ സൗഖ്യപ്പെടുത്തുമ്പോഴാണ് കുട്ടികളെ ഹോസാന വിളിക്കുന്നത്. വലിയവര് യേശുവിനെ നിഷേധിച്ച അംഗീകാരമാണ് ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ അവന് നൽകുന്നത്. ഈ പിഞ്ചു കുഞ്ഞുങ്ങളെയും പുറത്താക്കിയിരിക്കുകയാണ് യഹോവ സാക്ഷികളും പെന്തക്കോസ്തക്കാരും കത്തോലിക്ക സഭയിൽ വിട്ടുപോയവരും. കുഞ്ഞുങ്ങളൊന്നും കർത്താവിന് വേണ്ടാന്ന് പറയണേ. കുഞ്ഞുങ്ങളൊക്കെ സ്വയം അന്വേഷിച്ച് കണ്ടെത്തട്ടെ എന്ന് ശിശുമാമോദിസയെ എതിർക്കാൻ വേണ്ടി പറയുന്നതാണ്. അങ്ങനെയുള്ള അല്ലേ? അങ്ങനെ ശിശുക്കൾ തന്നെ സ്വയം കണ്ടെത്തി മുലപ്പാല് കുടിക്കട്ടെ, സ്വയം കണ്ടെത്തി സ്കൂളിൽ പോകട്ടെ എന്ന് അവർ പറയോ? ഇല്ല. ആത്മീയ കാര്യങ്ങളും ദൈവിക കാര്യങ്ങളും സ്വയം കണ്ടെത്തണം അത്രേ. ഭക്ഷണം കൊടുക്കുന്നതും മുലപ്പാല് കൊടുക്കുന്നതും അതൊന്നും കുട്ടികളെ കണ്ടെത്തേണ്ട കാര്യമില്ല, അത് മാതാപിതാക്കൾ കൊടുക്കും. ദൈവത്തെ മാത്രം കൊടുക്കാൻ പാടില്ല അത്രേ. എന്തൊരു മണ്ടന്മാരാണ് ഈ യഹോവ സാക്ഷികൾ, എന്തൊരു മണ്ടന്മാരാണ് ഈ പെന്തക്കോസ്തക്കാരും ദൈവസഭക്കാരും. ദൈവത്തെ മാത്രം മനുഷ്യരെ അന്വേഷിച്ച് കണ്ടെത്തണം. ഭക്ഷണം കൊടുക്കുന്നതും മുലപ്പാല് കൊടുക്കുന്നതും വിദ്യ കൊടുക്കുന്നതും അതൊന്നും മനുഷ്യരെ അന്വേഷിച്ച് കണ്ടെത്തണ്ട, അതൊക്കെ മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കും. അപ്പൊ ഇതിനേക്കാളൊക്കെ താഴെയാണോ ദൈവം? എന്തുമാത്രം അപകടമാണ് അവർ ക്ഷണിച്ചു വരുത്തുന്നറിയാമോ? ചെറിയവര്, പിഞ്ചു കുഞ്ഞുങ്ങൾ ഹോശാന പാടാണ് ദേവാലയത്തില്. ഈ ചെറിയവരിൽ നിന്നും നിരന്തരം സ്തുതിഗാനങ്ങൾ അവന്റെ സന്നിധിയിലേക്ക് ഉയരും എന്ന് സങ്കീർത്തനം 8:3 പറഞ്ഞിട്ടുണ്ട്. ഹൃദയശുദ്ധിയുള്ളവരിൽ നിന്ന്, ഏകാഗ്രചിത്തര ആയവരിൽ നിന്ന് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സ്തുതിഗീതങ്ങൾ ഉയരുന്നതായിട്ടാണ് കർത്താവ് ഇവരെ കുറിച്ച് കാണുന്നത്, ഈ കുട്ടികളുടെ വായിലെ ഹോസാന. അപ്പോൾ ഇവരെ നിശബ്ദരാക്കിയാൽ കല്ലുകൾ ആർത്തു വിളിക്കും എന്ന് പറയുന്നുണ്ട് കർത്താവ്. അപ്പോൾ എന്തായിരുന്നു, ഒരിക്കൽ കൂടി ചോദിക്കാം, എന്തായിരുന്നു യേശുവിൻ്റെ ദേവാലയ ശുദ്ധീകരണത്തിൻ്റെ ലക്ഷ്യം? ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും. യോഹന്നാൻ 2:19. എന്തധികാരം ഉപയോഗിച്ചാണ് നീ ദേവാലയ ശുദ്ധീകരണം നടത്തുന്നത് എന്നതിന് മറുപടിയായിട്ടാണ് കർത്താവ് ഇത് പറയണേ. ഇതൊരു എന്തടയാളമാണ് നീ കാണിക്കുന്ന മുനവച്ച ചോദ്യത്തിന് താൻ ചെയ്തതിനെല്ലാം ന്യായമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. നിങ്ങൾ എന്നെ കൊല്ല്, എൻ്റെ ശരീരം നിങ്ങൾ അങ്ങ് നശിപ്പിക്കുക, 3 ദിവസം കഴിഞ്ഞ് പുനരുദ്ധരിക്കും. അതായത് കുരിശു മരണവും ഉത്ഥാനവുമാണ് ഈ ദേവാലയ ശുദ്ധീകരണത്തിൻ്റെ ലക്ഷ്യം. കുരിശു മരണവും തിരുവുത്ഥാനവുമാണ് ദേവാലയ ശുദ്ധീകരണത്തിൻ്റെ ലക്ഷ്യം. കാരണം എന്താ? സത്യമായ ആരാധന തുടങ്ങേണ്ടത് കുരിശു മരണവും ഉത്ഥാനവുമാണ് ആയിട്ടാണ്. നിങ്ങൾ എന്തുകൊണ്ട് കുർബാനയ്ക്ക് എഴുന്നേറ്റ് നിൽക്കണേ? എറണാകുളത്തും എഴുന്നേറ്റുന്നല്ലേ കുർബാന? കിടന്നല്ലോ, ഇങ്ങനെ ബെഡിൽ തലയണയിലൊക്കെ കിടന്നിട്ടാണോ? അന്ത്യത്താഴം അങ്ങനെ കിടന്നിട്ടായിരുന്നു, നിലത്ത് കിടന്നാണ്. റിക്ലൈനിങ് എന്നാണ് ഉപയോഗിക്കുന്ന വാക്ക്, നിലത്ത് ചാരി കിടന്നിട്ട്. നിങ്ങൾ എന്തുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കണേ? ഉത്ഥാനത്തിൻ്റെ പ്രതീകമാണ് എഴുന്നേറ്റ് നിൽക്കുക. നിങ്ങളെ ദേവാലയത്തിൻ്റെ ബലിപീഠം കണ്ടിട്ടുണ്ടോ? 2 വിരികൾ, പ്രധാനപ്പെട്ട 2 വിരികൾ കാണും. ഒന്ന് ഈ ബലിപീഠത്തെ മറയ്ക്കുന്നത്, പിന്നൊന്ന് ഈ കെത്താനെന്ന് പറയില്ലേ, കർത്താവിനെ പൊതിഞ്ഞ 2 തുണികളാണത്. കർത്താവിൻ്റെ കബറിടമാണ്. എറണാകുളത്തെ വൈദികർ ഉറക്കല്ലേ ചൊല്ലുന്നത്, വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി,
നമ്മുടെ കർത്താവിൻ്റെ കബറിടമേ സ്വസ്തി. കർത്താവിൻ്റെ കബറിടമാണ് ആ ബലിപീഠം. അപ്പം നിങ്ങൾ അന്ത്യത്താഴത്തിൻ്റെ ഓർമ്മയെന്ന് പറഞ്ഞ് നടക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ തലയ്ക്ക് വിവരമില്ല വിമത വൈദികരെ. നിങ്ങൾക്ക് തിരുവചനം അറിയില്ല. നിങ്ങൾക്ക് ലോകത്തിലെ പ്രത്യയശാസ്ത്രങ്ങളൊക്കെ അറിയാം. ആ വിവരം കാര്യമില്ല. സത്യത്തിൻ്റെ പരിജ്ഞാനം എന്ന് പറയുന്ന തിരുവചനത്തിൻ്റെ പരിജ്ഞാനം നിങ്ങൾക്കില്ല. അവിടെയാണ് നിങ്ങൾക്ക് തെറ്റ് പറ്റിയത്. അപ്പം ഞാൻ ഒന്നുകൂടി പറയാം, എന്തിനാണ് ദേവാലയ ശുദ്ധീകരണം? അതിന് കർത്താവ് ന്യായം പറഞ്ഞത്, നിങ്ങൾ ഈ ശരീരം എൻ്റെ ശരീരം എന്ന ദേവാലയം നിങ്ങൾ നശിപ്പിക്കുക, 3 ദിവസം കൊണ്ട് ഞാൻ പുനരുദ്ധരിക്കും. കുരിശും ഉത്ഥാനവും ലക്ഷ്യം വെച്ചിട്ടാണ് യേശു ദേവാലയം ശുദ്ധീകരിക്കുന്നത്. സത്യമായ ആരാധനയ്ക്ക് വേണ്ടിയുള്ള കവാടം തുറക്കാനുള്ള അധികാരമാണ് കുരിശും ഉത്ഥാനവും. തൻ്റെ പീഡാസകനം വഴി ദേവാലയ ശുദ്ധീകരണത്തെ ന്യായവൽക്കരിക്കുന്ന യേശു ഇസ്രായേലിനും സർവ്വജനതയ്ക്കും നൽകുന്നത് യോനായുടെ അടയാളമാണ്. യോന 3 ദിവസം വലിയ മത്സ്യത്തിനുള്ളിലായിരുന്നത് പോലെ മനുഷ്യപുത്രൻ 3 ദിവസം ഭൂമിക്കുള്ളിലായിരിക്കും, എന്നിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ കുരിശും ഉത്ഥാനവും അത് ലക്ഷ്യം വെച്ചാണ് ഈ ദേവാലയ ശുദ്ധീകരണം. ഒന്നുകൂടി വ്യക്തമാക്കാം. എന്താണ് ജെറുസലം ദേവാലയം ആയിരുന്നേ? പഴയ ഉടമ്പടിയുടെ വാസ്തുശില്പ അടയാളം. വാസ്തു എന്ന് പറഞ്ഞാൽ അറിയില്ല, വാസ്തുശില്പം, കെട്ടിടം, സ്ട്രക്ചർ, ഒരു ബിൽഡിംഗ്. അത് പഴയ ഉടമ്പടിയുടെ കാണപ്പെടുന്ന ഒരു അടയാളമാണ്. പരിച്ഛേദനം പോലെ കാണപ്പെടുന്ന ഒരു അടയാളമാണ് ജെറുസലം ദേവാലയം. പഴയ ഉടമ്പടി പുതിയ ഉടമ്പടിക്ക് കർത്താവ് ട്രാൻസെൻഡ് ചെയ്യാണ്, ഉദാത്തീകരിക്കുകയാണ്. അപ്പോൾ ഈ പഴയ ഉടമ്പടിയുടെ അടയാളം വേണോ? വേണ്ടല്ലോ. പുതിയ ഉടമ്പടി സ്ഥാപിക്കുകയല്ലേ, കുർബാന സ്ഥാപിക്കുകയല്ലേ. ആ കുർബാന എന്ന് പറഞ്ഞാൽ അവൻ്റെ കുരിശുഭരണവും കബറടക്കവും തിരുവുത്ഥാനവും പരിശുദ്ധാത്മാവിനെ അയക്കലുമാണ്. പിന്നെ വീണ്ടും അവൻ വരും തന്നെ കാത്തിരിക്കുന്നത് രക്ഷിക്കാൻ വേണ്ടി. ഇതാണ് ഈ പറഞ്ഞ ക്രിസ്തു സംഭവം. അതാണ് പുതിയ ഉടമ്പടി എന്ന് പറയണേ. അപ്പോൾ പഴയ ഉടമ്പടി പുതിയ ഉടമ്പടിക്ക് വഴി മാറണം. അതിനാൽ ഈ ജെറുസലം ദേവാലയത്തിൻ്റെ ആവശ്യം തീർന്നു. കാരണം പഴയ ഉടമ്പടി പുതിയ ഉടമ്പടിക്ക് വഴി മാറുന്നത് കൊണ്ട് പഴയ ഉടമ്പടിയുടെ വാസ്തുശില്പ മാതൃക ഇനി വേണ്ട. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അവനൊരു വിപ്ലവകാരിയോ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഒന്നുമല്ല, ദൈവശാസ്ത്രമാണ് കർത്താവിൻ്റെ മനസ്സിൽ. ഇത് മനസ്സിലാക്കാൻ കുറച്ചുകൂടി നമുക്ക് വേറെ പോകാം. യോഹന്നാന്റെ സുവിശേഷത്തിൽ 2-ാമത്തെ അധ്യായത്തിലാണ് ദേവാലയ ശുദ്ധീകരണം. അത് കാനായിലെ കല്യാണം കഴിഞ്ഞ ഉടനെ. അപ്പോൾ മറ്റ് സുവിശേഷങ്ങളിലൊക്കെ കാണുന്നത് ഓശാന ഞായറാഴ്ചയോ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസമാണ്. അത് 3 വർഷം കഴിഞ്ഞിട്ട്. അപ്പോൾ എപ്പോഴായിരുന്നു ശരിക്കും ദേവാലയ ശുദ്ധീകരണം? ഒന്ന് ഓർക്കേണ്ടത്, യേശു 2 പ്രാവശ്യം ദേവാലയം ശുദ്ധീകരിച്ചിരിക്കാനുള്ള സാധ്യതയാണ്. ഒന്ന് അദ്ദേഹത്തിൻ്റെ കർത്താവിൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ, മറ്റൊന്ന് ഏറ്റവും അവസാനത്തെ ആഴ്ചയിൽ. ആദ്യത്തെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ കാനായിലെ കല്യാണം കഴിഞ്ഞ് തൊട്ട് തന്നെ ഒരു ദേവാലയ ശുദ്ധീകരണം, അതായത് അവസാനത്തെ ആഴ്ച ചെയ്തതുപോലെ വളരെ ഗ്രാൻഡ് സ്കെയിലായിരിക്കണമെന്നില്ല, എന്നാലും ഒരു ദേവാലയ ശുദ്ധീകരണം നടത്തി. എന്തിന്? കാനായിൽ മേൽത്തരം വീഞ്ഞ് അവൻ ഉണ്ടാക്കി. മേൽത്തരം വീഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രതീകമാണ്. അതായത് പുതിയ ഉടമ്പടിയിൽ മേൽത്തരം വീഞ്ഞ് ഉപയോഗിച്ച് ആണ് ആരാധന, ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന. അത് തുടങ്ങി വെക്കുകയാണ് കാനായിൽ. മേൽത്തരം വീഞ്ഞുണ്ടാക്കി. ആ പുതിയ ഉടമ്പടിക്ക് ഉപയോഗിക്കാനുള്ള മേൽത്തരം വീഞ്ഞ് തയ്യാറാക്കി കഴിഞ്ഞു കാനായിൽ. അപ്പോൾ പിന്നെ വേണ്ടത് എന്താണ്? ദേവാലയമാണ്. ഈ പുതിയ ഉടമ്പടിക്ക് വേണ്ട വീഞ്ഞ് തയ്യാറാക്കപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ദേവാലയം ശുദ്ധീകരിച്ചാലേ ഈ മേൽത്തരം വീഞ്ഞ് കൊണ്ടുള്ള പരിശുദ്ധാത്മാവ് കൊണ്ടുള്ള ആരാധന നടക്കൂ. അതുകൊണ്ടാണ് കാനായിലെ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഈ ദേവാലയ ശുദ്ധീകരണം അവതരിപ്പിച്ചിരിക്കുന്നത്. ഒന്നുകിൽ 2 പ്രാവശ്യം ദേവാലയം ശുദ്ധീകരിച്ചിരിക്കാം, അല്ലെങ്കിൽ യോഹന്നാൻ അവസാനം കടന്നത് ആദ്യത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നു ഈ ദൈവശാസ്ത്രം പഠിപ്പിക്കാൻ. മേൽത്തരം വീഞ്ഞ് പുതിയ ഉടമ്പടിക്ക് വേണ്ടിയുള്ളതാണ്. ആ പുതിയ ഉടമ്പടിക്കുള്ള ദേവാലയം ജെറുസലം ദേവാലയമല്ല, യേശുവിൻ്റെ ശരീരമാകുന്ന ദേവാലയമാണ്. അതുകൊണ്ട് ജെറുസലം ദേവാലയം അത് നിന്ന് പോകണം, അത് ശുദ്ധീകരിക്കണം. ഒരു കാര്യം കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇതെല്ലാം യേശുവിൻ്റെ ശിഷ്യന്മാർ എപ്പോഴാണ് മനസ്സിലാക്കിയത്? അവിടെ എഴുതിയിരിക്കുക, യോഹന്നാൻ 2 എഴുതിയിരിക്കുക, അവൻ മരിച്ചവരിൽ ഉത്ഥാനിച്ചതിന് ശേഷം. അപ്പോൾ അന്ന് അവർക്കത് കൃത്യം മനസ്സിലായില്ല, എന്തിനാണ് യേശു ദേവാലയം ശുദ്ധീകരിച്ചതെന്ന്. ഒരു വിപ്ലവകാരുടെ ഇതായിരുന്നെങ്കിൽ അവർക്ക് മനസ്സിലാകുമായിരുന്നില്ലേ? ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്, വിപ്ലവകാരുടെ പ്രവൃത്തിയല്ല. ദൈവത്തിൻ്റെ പ്രവൃത്തി പരിശുദ്ധാത്മാവിൻ്റെ ഈ പ്രചോദനത്തിൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. അപ്പോൾ പരിശുദ്ധാത്മാവ് അവർ അന്തരംഗങ്ങളെ ആത്മബോധത്തിലേക്ക് നവവീര്യം നൽകി പ്രവേശിപ്പിച്ചപ്പോഴാണ് അവർക്ക് ഈ യേശു ചെയ്ത പ്രവൃത്തിയുടെ അർത്ഥം മനസ്സിലായത്.
അപ്പോൾ ഈ വട്ടോളിയും പറഞ്ഞല്ലോ, ഈ ജെറൂസലം ദേവാലയം ശുദ്ധീകരിച്ചത് കൊണ്ടും ദേവാലയത്തിനെതിരെ നിലപാടെടുത്തത് കൊണ്ടുമാണ് യേശുവിനെ കൊല്ലാൻ തീരുമാനിച്ചതെന്ന്. അത് ഒരു പകുതി അല്ലെങ്കിൽ ഒരു ഭാഗം സത്യമേ ഉള്ളൂ. യേശുവിനെ കൊല്ലാനുണ്ടായ കാരണം അതല്ല. യേശുവിനെ കൊല്ലാനുണ്ടായ കാരണം യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം 47 മുതൽ 53 വരെ വചനങ്ങളിൽ എഴുതിയിട്ടുണ്ട്. യേശുവിനെ കൊല്ലാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം, ഇമ്മീഡിയറ്റ് റീസൺ, യോഹന്നാൻ 11:47-53. നമുക്കത് വായിക്കാം. അപ്പോൾ മഹാപുരോഹിതന്മാരും ഫരിസയരും ആലോചന സംഘം സമ്മേളിച്ച് പറഞ്ഞു, നാം എന്താണ് ചെയ്യേണ്ടത്? ഈ മനുഷ്യൻ വളരെയധികം അടയാളങ്ങൾ ചെയ്യുന്നുവല്ലോ. ലാസറിനെ ഉയർപ്പിച്ചതിന് ശേഷമുള്ള പ്രതികരണമാണ് കേട്ടോ, മഹാപുരോഹിതന്മാരുടെയും ഫരിസയരുടെയൊക്കെ. അവനെ നാം ഇങ്ങനെ വിട്ടാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും. റോമാക്കാർ വന്ന് നമ്മുടെ സ്ഥലത്തെയും ജനതയെയും നിർമ്മാർജ്ജനം ചെയ്യും. അവരിൽ ഒരുവനും ആ വർഷത്തെ മഹാപുരോഹിതനുമായ കയ്യഫാസ് അവരോട് പറഞ്ഞു, നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ. ജനത മുഴുവൻ നശിച്ചു പോകാതിരിക്കാനായി ഒരു മനുഷ്യൻ ജനത്തിന് വേണ്ടി മരിക്കുന്നത് നല്ലതാണെന്ന് നിങ്ങൾ ഓർക്കുന്നതുമില്ല. അവൻ ഇത് സ്വയമേവ പറഞ്ഞതല്ല, പ്രത്യുത ആ സംവത്സരത്തെ മഹാപുരോഹിതനാകയാൽ ജനത്തിന് വേണ്ടി യേശു മരിക്കാനിരിക്കുന്നുവെന്ന് പ്രവചിക്കുകയായിരുന്നു. ജനത്തിന് വേണ്ടി മാത്രമല്ല, ചിതറിക്കിടക്കുന്ന ദൈവമക്കളെ ഒരുമിച്ച് കൂട്ടുന്നതിനും വേണ്ടിയും തന്നെ. അന്ന് മുതൽ അവർ അവനെ കൊല്ലാൻ ആലോചിച്ചു കൊണ്ടിരുന്നു. ലാസറിനെ ഉയർപ്പിച്ചു. അത് ദൈവത്തിന് മാത്രം ദൈവത്തിന് മാത്രം കഴിയുന്ന കാര്യമല്ലേ. അതിനുമുമ്പ് യേശു രണ്ടുപേരും ഉയർപ്പിച്ചിട്ടുണ്ടെങ്കിലും അവരടക്കിയിരുന്നില്ല. ഈ യായിറസിൻ്റെ മകള്, അതുപോലെ നായനിലെ വിധവയുടെ മകൻ. നായനിലെ വിധവയുടെ മകൻ ഇല്ലേ, ശവസംസ്കാര യാത്രയിടയിലാണ് കർത്താവ് ഉയർപ്പിക്കുന്നത്. യായിറസിൻ്റെ മകൾ മരിച്ചതിൻ്റെ പിന്നാലെയാണ്. ലാസറിൻ്റെ കാര്യത്തിലോ മരിച്ചു, അടക്കി 4-ാം ദിവസമാണ്. നാറ്റം വരുന്നുണ്ടാകും എന്ന് മറിയം പറയുന്നുണ്ട് താനും. അപ്പോൾ ദൈവത്തിന് മാത്രം കഴിയുന്ന കാര്യമാണ് ലാസറിനെ ഉയർപ്പിക്കുക. ലാസറിനെ ഉയർപ്പിച്ചിട്ട് കാണാൻ ഒരുപാട് പേര് വന്നിരുന്നു. അപ്പോൾ ഒരു പറയുന്നത്, ഇങ്ങനെ ഇവന് വിട്ടാൽ ലോകം മുഴുവൻ അവൻ്റെ പിന്നാലെ പോകും. ആരുടെ കൂടെ? യേശുവിൻ്റെ പിന്നാലെ പോകും. അതുകൊണ്ട് കൊന്നുകളയുക. ലാസറിനെ ഉയർപ്പിച്ച ആ പ്രവൃത്തി, ദൈവത്തിൻ്റെ പ്രവൃത്തി, അതാണ് യേശുവിനെ കൊല്ലാനുണ്ടായ ഇമ്മീഡിയറ്റ് റീസൺ. മറ്റൊരുപാട് കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം ദേവാലയ ശുദ്ധീകരണമായിരിക്കാം. അത്രയും ഞാൻ വട്ടോളിച്ചോണ്ട് ഞാൻ യോജിക്കാം. ചുരുക്കത്തിൽ എന്താണ് ഈ വട്ടോളിച്ചൻ്റെ പ്രശ്നം? അദ്ദേഹം വിചാരിക്കുന്നത് പുരോഹിതന്മാരെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് കർത്താവ് വന്നതെന്ന്. ദേവാലയം നശിപ്പിക്കാൻ വേണ്ടിയാണ് കർത്താവ് വന്നത്. ഈ സദുക്കാരുടെയും ഫരിസയരുടെയും പുരോഹിതരുടെയും മേധാവിത്വവും ദേവാലയ കേന്ദ്രീകൃതമായ ആചാരാനുഷ്ഠാനങ്ങളും ഇല്ലാതാക്കാൻ വേണ്ടിയാണ് കർത്താവ് വന്നത് എന്നുള്ള തെറ്റായ ധാരണയാണ് വട്ടോളിച്ചനും വിമത വൈദികനും മുന്നോട്ട് വയ്ക്കുന്നത്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വേണ്ടത്രേ, പിന്നെ എന്ത് വേണം? എന്താ ബാക്കിയുള്ളത്? വിപ്ലവം, കലാപം, കലഹം. നിങ്ങൾ എപ്പോഴും കേട്ടില്ല അവർ, യേശുവിനെ പോലെ ഞങ്ങൾ കലാപം നയിക്കുന്നു, യേശുവിനെ പോലെ ഞങ്ങൾ വിപ്ലവകാരികളാണ്, യേശുവിനെ പോലെ ഞങ്ങൾ അനുസരണക്കേട് കാണിക്കും. യേശു എവിടെയാണ് അനുസരണക്കേട് കാണിച്ചിരിക്കുന്നത്? ഒരു സ്ഥലം കാണിച്ചു തരാമോ? ഒരു സ്ഥലം. യേശു ദൈവമായിരുന്നു എന്നതായിരുന്നു അന്നത്തെ അവരുടെ പ്രശ്നം. യേശുവിനെ ദൈവമായി അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് വട്ടോളിയുടെ പ്രശ്നം, വിമതരുടെ പ്രശ്നം. അപ്പോൾ യേശു ദേവാലയം ദേവാലയത്തെ നശിപ്പിക്കാൻ പറഞ്ഞിട്ടില്ല, തൻ്റെ ശരീരത്തെ നശിപ്പിക്കാനാണ് പറഞ്ഞത്. ദേവാലയത്തെ നശിപ്പിച്ചത് അതിൻ്റെ ആളുകൾ തന്നെയാണ്, അല്ലാതെ യേശു അല്ല. യേശു ദേവാലയം ശുദ്ധീകരിച്ചത് അന്തർക്കും മുടന്തർക്കും ഇങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും ദേവാലയത്തേക്ക് പ്രവേശനം നൽകാനാണ്. ആ പ്രവേശനം എന്ന് പറയുന്നത് പുതിയ ഉടമ്പടിയാണ്. പുതിയ ഉടമ്പടി എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ്. അത് നിങ്ങളുടെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ എന്ന കർത്താവ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പല പ്രാവശ്യം. ഓർമ്മയ്ക്കായി, അനാംനേസിസ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ഓർമ്മയിൽ എന്നല്ല, ഭൂതകാലത്തിൻ്റെ ഓർമ്മയല്ല ഈ അനാംനേസിസ്. ദൈവം അനാദിയിൽ തയ്യാറാക്കിയ പദ്ധതിയെ പറയുന്ന പേരാണ് അനാംനേസിസ്. നമുക്കത് വാക്ക് മനസ്സിലാക്കാൻ വലിയ പ്രയാസമുണ്ട്. കാരണം ഈ ഓർമ്മ, സ്മരണം എന്നൊക്കെ പറഞ്ഞാൽ ഭൂതകാലം അയവിറക്കുന്നതാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അനാംനേസ് എന്ന ഗ്രീക്ക് വാക്കിന് അതല്ല അർത്ഥം. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമുക്കുള്ള ചിന്തയാണ് അനാംനേസ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമുക്ക് ചിന്തയോ നമ്മൾ സംശയിക്കും. ഇന്നലെ ഞാൻ പരോക്ഷമായിട്ട് ഉത്തരം പറഞ്ഞു. നമ്മുടെ ആത്മാവിനെ ആരാ സൃഷ്ടിച്ചത്? ദൈവം. നമ്മുടെ ആത്മാവിനെ സൃഷ്ടിച്ച ദൈവമല്ലേ? ആ ആത്മാവിൽ 7 ദാനങ്ങളുണ്ട്, ബോധം, ബുദ്ധി എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയുള്ള നമ്മുടെ ആത്മാവിൽ കുടികൊള്ളുന്ന ദൈവചിന്തയാണ് അനാംനേസിസ്. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറയുകയാണ്. ഗ്രീക്കിൽ ക്രിസ്തു അനാംനേസ് വാക്ക് ഉപയോഗിക്കുമ്പോൾ ദൈവപിതാവ് മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ രക്ഷാ പദ്ധതി എന്നാണ്. ആ പദ്ധതിയിലേക്ക്
പ്രവേശിക്കാൻ വേണ്ടി നിങ്ങളിത് ചെയ്യാന്നാണ്. നിങ്ങളിത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്ന പറഞ്ഞാൽ എന്നിൽ ദൈവപിതാവ് പൂർത്തിയാക്കിയ ശാശ്വതമായ ആ ദൈവിക പദ്ധതി, ആ പദ്ധതിയിലേക്ക് പ്രവേശിക്കാനായി ചെയ്യുക എന്നാണ്. അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന റിമംബ്രൻസ് എന്ന് പറഞ്ഞ വാക്ക്, അത് ഇല്ലേ, മെമ്മറി, റിമംബ്രൻസ്, അങ്ങനെ തർജ്ജമ ചെയ്യുന്നത്. പക്ഷെ അതല്ല അർത്ഥം. ഇതാണ് ഞാൻ പറഞ്ഞത്, മൗലിക ഭാഷ പഠിച്ചില്ലെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാകില്ല. അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിൽ പൂർവ്വരൂപത്തിൽ ഉണ്ടായിരുന്ന ആ ദൈവിക പദ്ധതി അത് യേശുക്രിസ്തുവിൽ നിറവേറി. ആ നിറവേറിയ ദൈവിക പദ്ധതിയിലേക്ക് നമ്മൾ പ്രവേശിക്കണമെങ്കിൽ ആ പദ്ധതിയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യണമെന്നാണ്. നമ്മൾ ചെയ്യല്ല, വാസ്തവത്തിൽ ക്രിസ്തുവാണ് ചെയ്യുന്നത്. ക്രിസ്തു ബലിയർപ്പിച്ച, ഈ കുരിശിൽ ബലിയർപ്പിച്ച ക്രിസ്തു തന്നെയല്ലേ ബലിപീഠത്തിലും. ആ ക്രിസ്തുവിന് വേണ്ടി ഒരു വൈദികനെ തെരഞ്ഞെടുത്ത് നിർത്തിയിരിക്കുകയല്ലേ കർത്താവ്. അവൻ്റെ വാക്കുകൾ ഉച്ചരിക്കാൻ, അവന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി അവൻ തന്നെ തെരഞ്ഞെടുത്ത് നിർത്തിയിരിക്കുക, അവൻ്റെ വാക്ക് ഉച്ചരിക്കാൻ. അന്ന് ദൈവത്തിൻ്റെ വാക്ക് ഉച്ചരിക്കാൻ ദൈവം മനുഷ്യനായി വന്നു, ഇല്ലേ? ദൈവം മനുഷ്യനായി വന്നു, ദൈവത്തിൻ്റെ വാക്ക് നമ്മളോട് പറയാൻ, ദൈവത്തെ നമുക്ക് തരാൻ. ഇന്ന് അവൻ ഉത്ഥാനം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൻ പുരോഹിതന്മാരെ നിയമിച്ച് അവരിൽ തന്നെ നിക്ഷേപിച്ചിരിക്കുക, അവൻ്റെ പൗരോഹിത്യം. ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തു എന്ന മഹാപുരോഹിതന് വേണ്ടി ആ വാക്കുകൾ ഉച്ചരിക്കാൻ, ആ പ്രവൃത്തികൾ ചെയ്യാൻ, അത് ചെയ്യാനാ പറയണേ. അതാണ് ഓർമ്മയിൽ ചെയ്യാനല്ല, ഓർമ്മയ്ക്കായി ചെയ്യാൻ. ഓർമ്മയ്ക്കായി എന്ന് പറഞ്ഞാൽ ദൈവം അനാദി മുതൽ തയ്യാറാക്കിയ രക്ഷാപദ്ധതി നമ്മിൽ നിറവേറാൻ വേണ്ടി ലക്ഷ്യമാണ്. ഓർമ്മയ്ക്കായി എന്ന് പറഞ്ഞാൽ ലക്ഷ്യം, ആ ലക്ഷ്യം പൂർത്തീകരിക്കാനാണ്, അല്ലാതെ ഓർമ്മയിൽ എന്നല്ല. അത് പറയാൻ കാരണം, ഇന്നലെ ഒരാൾ നല്ലൊരു കുറിപ്പിട്ടിരുന്നു, ഓർമ്മയിൽ എന്നല്ലേ പറയേണ്ടത്, ഓർമ്മയ്ക്കായി എന്നാണോ? ഞാൻ അദ്ദേഹത്തിന് മറുപടി കൊടുത്തിരുന്നു, അതൊന്ന് വിശദീകരിക്കുകയാണ് ഞാൻ ഇപ്പോൾ ചെയ്തത്. അങ്ങനെയുള്ള നല്ല കമൻസ് ഇട്ടോൾ. അപ്പോൾ നമുക്കൊരു ഒരു ക്ലാരിഫിക്കേഷൻ അത് സാധ്യത ഒരുക്കും. പോകട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, എന്തിനാണ് യേശു ദേവാലയം ശുദ്ധീകരിച്ചത്? എന്തുകൊണ്ടാണ് യേശു കൊല്ലപ്പെട്ടത്? ഈ വട്ടോളിച്ചനും വിമത വൈദികരും പറയുന്നത് പോലെ ദേവാലയത്തെ കർത്താവ് നശിപ്പിച്ചത് കൊണ്ടോ പുരോഹിതന്മാർക്കെതിരെ സംസാരിച്ചത് കൊണ്ടോ മാത്രമല്ല. അതൊന്നുമല്ല, അതൊക്കെ അതിനകത്ത് ചെറിയ ചെറിയ കാരണങ്ങളാകാം. കർത്താവ് വന്നത് ദൈവമായിട്ടാണ്, ദൈവമാണ് വന്നത്, ദൈവം. അപ്പോൾ അവന് അവൻ്റെ പുതിയ ആരാധനക്രമം ഇൻട്രൊഡ്യൂസ് ചെയ്യണം, ആത്മാവിലും സത്യത്തിലുമുള്ളത്. അത് വിശുദ്ധ കുർബാനയാണ്. ആ കുർബാന അർപ്പിക്കപ്പെടേണ്ടത് ഇല്ലേ പുതിയ ദേവാലയത്തിലാണ്. ആ പുതിയ ദേവാലയം എന്ന് പറയുന്നത് വിശ്വാസികളുടെ കൂട്ടായ്മ കൂടിയാണെന്ന് ഓർക്കണം. കർത്താവിൻ്റെ ശരീരത്തിലെ കൂട്ടായ്മയാണ് ഈ ദേവാലയം. അവർക്ക് ഒരുമിച്ച് കൂടാനുള്ള ഒരു കെട്ടിടം വേണം, അതിനും പരിശുദ്ധിയുണ്ട്. കാരണം എന്താണ്? ഈ പരിശുദ്ധനായ ദൈവം അവിടെ കുടികൊള്ളുന്നു, അവിടെ വരുന്നു. അപ്പം ഇങ്ങനെ എല്ലാം കെട്ടുപടഞ്ഞ് കിടക്കുന്ന ഒരു സംഗതിയാണ് ദേവാലയ ശുദ്ധീകരണം. അല്ലാതെ ഇവർ വിചാരിക്കുന്ന പോലെ ദേവാലയത്തെയും പുരോഹിതന്മാരെയും ഇല്ലാതാക്കാൻ വേണ്ടി കർത്താവ് ചാട്ടവാറെടുത്തതല്ല. ഇപ്പം ശരിക്ക് പാമ്പ്ളാനി പിതാവും തട്ടിൽ പിതാവും മെത്രാൻസിനോടൊക്കെ ചാട്ടവാറ എടുക്കേണ്ടത് ദേവാലയത്തെയും അതുപോലെ കർത്താവിനെയും സ്ഥിരമായിട്ട് അവഹേളിക്കുന്ന ഇവർക്കെതിരെയാണ്. കാരണം ഇവരാണ് ഇപ്പോൾ കർത്താവിൻ്റെ ഹിതത്തിനെതിരായി പെരുമാറുന്നത്, വട്ടോളിയും വിമതരും. പക്ഷെ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, തട്ടിൽ പിതാവിനും പാമ്പ്ളാനി പിതാവിനും അവരോടാണ് ആഭിമുഖ്യം. കർത്താവിനെ അവഹേളിക്കുന്നവരോടാണ് ഈ സഭാ നേതൃത്വത്തിന് ആഭിമുഖ്യം. നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ അപ്പൻ പിഴച്ചു പോയാൽ നമ്മൾ എന്ത് ചെയ്യും? സഹിക്കല്ലാണ്ട് വല്ല മാർഗം ഉണ്ടോ? നമുക്ക് അപ്പനെ മാറ്റിയെടുക്കാൻ പറ്റുമോ? നമ്മുടെ അപ്പനോ അമ്മയും പിഴച്ചു പോയാൽ നമ്മൾ എന്ത് ചെയ്യും? വല്ലാതെ വേദന നമ്മൾ അനുഭവിക്കും. അതുപോലെയാണ് നമ്മുടെ സഭാ നേതൃത്വം സംഭവിച്ചിരിക്കുന്നത്. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഈ രാജിക്കത്ത് എന്തിനാണ് വട്ടോളി കൊടുത്തിരിക്കുന്നത്? തട്ടിൽ പിതാവിനെയും പാമ്പ്ളാനി പിതാവിനെയും സമ്മർദ്ദത്തിലാക്കി ഇപ്പോഴുള്ള സമവായം പോലും അട്ടിമറിച്ച് എല്ലാ കുർബാനും ജനാഭിമുഖമാക്കി മാറ്റാനുള്ള ഒരു കുതന്ത്രം. ഇത് വളരെ ആസൂത്രണം ചെയ്ത ഒരു രാജിക്കത്താണിത്. തട്ടിൽ പിതാവിനെയും പിന്നെ പാമ്പ്ളാനി പിതാവിനെയും സമ്മർദ്ദത്തിലാക്കി ഇപ്പം അവരെത്തിച്ചേർന്ന സമവായം പോലും അട്ടിമറിച്ച് ഇനി ഒരു കുർബാനയും ഏകീകൃത കുർബാന വേണ്ട എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു അടവ് അല്ലെങ്കിൽ കുതന്ത്രമാണ് വട്ടോളി അച്ഛൻ്റെ രാജിക്കത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. തട്ടിൽ പിതാവും പാമ്പ്ളാനി പിതാവും ചിലപ്പോൾ അവർക്ക് വഴങ്ങിയേക്കാം. ഇതുവരുടെ ചരിത്രം കണ്ടിട്ട് അങ്ങനെയാണ് കാണുന്നത്. പക്ഷേ ഈശോ വഴങ്ങില്ല. കാരണം അവൻ രക്ഷയുമായിട്ടാണ് ദേവാലയത്തിലേക്ക് വരുന്നത്. ഇവർ അത് ആചാരമാണ്, അനുഷ്ഠാനമാണെന്നെല്ലാം പറഞ്ഞ് തുച്ഛീകരിക്കുകയാണ്. കർത്താവ് രക്ഷയുമായിട്ടാണ് വരുന്നത്. ആ രക്ഷ എന്ന് പറയുന്നത് ദൈവം നൽകുന്ന ദാനമാണ്, കൃപയാണ്. അത് പുതിയ ഉടമ്പടിയിലൂടെയാണ് വർഷിക്കപ്പെടുന്നത്. അതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഈശോ തയ്യാറാകില്ല. ഒരു വിട്ടുവീഴ്ചയ്ക്കും. ആ
അന്ത്യത്താഴത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തന്നെ നോക്കിയാൽ എത്രമാത്രം ഒരുക്കമാണ്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 13 മുതൽ 17 വരെയും അത് പൗരോഹിത്യത്തിൻ്റെ സ്ഥാപനമാണ്. പിന്നെ മത്തായി, മർക്കോസ്, ലൂക്കാ സുവിശേഷങ്ങളിലെ അവസാനത്തെ 3 അധ്യായങ്ങളിൽ അവസാനത്തെ അധ്യായം ഉത്ഥാനത്തെക്കുറിച്ചാണ്. അതിനുമുമ്പ് 2 അധ്യായങ്ങൾ നോക്കിയാൽ എന്തുമാത്രം ഒരുക്കമാണ് കർത്താവ് ചെയ്യണേ ഈ പുതിയ ഉടമ്പടി സ്ഥാപിക്കാൻ. വലിയ സജ്ജീകരണമായി മാളിക മുറി വേണമെന്നൊക്കെ പറയുന്നില്ലേ കർത്താവ്? കാരണം ഇത് ചെറിയൊരു കാര്യമല്ല. അതിൻ്റെ എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണ് കർത്താവ് പുതിയ ഉടമ്പടി സ്ഥാപിച്ചത്. അത് ചെയ്യണമെന്ന് കർത്താവ് കൽപ്പിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ ഒരു ചാവരുൾ പോലെ മരിക്കുന്നതിന് മുമ്പ് അവൻ കൽപ്പിച്ചൊരു സംഗതി എന്ന് പറയുന്നത് ഒന്ന് പ്രേക്ഷിത പ്രവർത്തനവും മറ്റൊന്ന് പുതിയ ഉടമ്പടിയുമാണ്. ഇതെല്ലാം നിരാകരിക്കുന്ന വട്ടോളിച്ചനും വിമത വൈദികരും അവർക്ക് സമഗ്രമായ ഒരു പരിഷ്കരണം, ഒരു നവീകരണം വരണം. കരിസ്മാറ്റിക് നവീകരണം മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ഒരു പ്രശ്നം അവിടെ മുഴുവൻ ഈ അത്ഭുതങ്ങൾക്കും രോഗശാന്തികൾക്കും ഭാഷാവരത്തിനും മാത്രം പ്രാധാന്യം കൊടുക്കുകയും ഈ ദൈവിക ജീവൻ എന്ന വരപ്രസാദം കൈമാറ്റം ചെയ്യപ്പെടുന്ന കൂതാശകൾക്ക് പ്രാധാന്യം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നു. ജനങ്ങളെ ആകർഷിക്കാൻ അത് മതിയാവും, പക്ഷെ കർത്താവിനെ ആകർഷിക്കാൻ അത് പോരാ. ഞാൻ കുറ്റപ്പെടുത്തല്ല, ഞാൻ ഒരു സെമി കരിസ്മാറ്റിക് ആളാണ് വാസ്തവത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കരിസ്മാറ്റിക് ഡിവൈനിൽ ബൈബിൾ ക്ലാസ് ഞാൻ പഠിപ്പിച്ചിരുന്നു ബൈബിൾ കോളേജിൽ. പോട്ടയിൽ മാസത്തിൽ ശനിയാഴ്ച എൻ്റെ ടോക്കുകളുണ്ടായിരുന്നു. വർഷങ്ങളോളം ഞാൻ പഠിക്കാൻ പോകുന്നത് കാലം വരെ. അതുപോലെ എൻ്റെ ഒരു ബൈബിൾ ക്ലാസ് പോട്ടയിലുണ്ടായിരുന്നു. 400 പേരോളം അവിടെ പഠിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഒരു കരിസ്മാറ്റിക് ആളാണ്. പക്ഷെ അതേസമയം അതിൻ്റെ ദോഷങ്ങളും പറയണമല്ലോ. നന്മ ഒരുപാടുണ്ട്, ദോഷങ്ങളും പറയണമല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. ഞാനൊന്ന് ആവർത്തിക്കുകയാണ്. ഈശോ മിശിഹ വഴങ്ങില്ല. കാരണം ദൈവിക സത്യങ്ങൾ വഴങ്ങാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അവൻ ക്രൂരനൊന്നും ആകില്ല. സഹിഷ്ണുതയുണ്ട്, സഹനശീലമുണ്ട്. പക്ഷേ സമരസപ്പെടലും സമവായമൊന്നും വിശ്വാസത്തിൻ്റെയും സത്യത്തിൻ്റെയും കാര്യത്തിൽ കർത്താവ് ചെയ്യില്ല. അതുകൊണ്ട് തട്ടിൽ പിതാവും പാമ്പ്ലാനി പിതാവൊക്കെ വഴങ്ങിയെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ സഭ നശിക്കില്ല. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ കർത്താവിന് കഴിവുണ്ട്. ഇങ്ങനെയുള്ള തെറ്റായ സിദ്ധാന്തങ്ങളൊക്കെ വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടിയായിരിക്കണം നമ്മളെ ദൈവവചനത്തിൽ ആഴത്തിൽ പരിശീലനം നൽകാൻ വേണ്ടിയായിരിക്കണം ഇങ്ങനെ ഒരു പാഷാണ്ഡതയും ശീഷ്മയും എറണാകുളത്തോ അല്ലെങ്കിൽ സീറോ മലബാർ സഭയിൽ ഉണ്ടായതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചുരുക്കത്തിൽ ഇതിന് സുവർണ അവസാനമായി കണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചിലതലച്ചിരി ഗ്രഹിക്കാൻ പാടുണ്ടാവും. പിന്നെയും കേട്ട് പരമാവധി ആളുകൾക്ക് ഇത് പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഹ്വാനം ചെയ്യാണ്. അങ്ങനെ സഭയെ നവീകരിക്കുന്ന പ്രക്രിയയിൽ നിങ്ങൾ ഓരോരുത്തരും പങ്കെടുക്കുക. അതൊരു സുവിശേഷവൽക്കരണമായിട്ട് രൂപാന്തരപ്പെടട്ടെ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.